നമുക്ക് പ്രാർത്ഥിക്കാമല്ലോ. നിത്യനായ ഞങ്ങളുടെ ദൈവമേ, സ്നേഹവാനായ സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതവേളയ്ക്കായി ഞങ്ങൾ നന്ദിയോടങ്ങിക്ക് സ്തോത്രം ചെയ്യുന്നു. സഭായോഗമായി രാവിലെ സമയം തിരുപ്പാദപീഠത്തിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടി വരുവാൻ, അവിടുത്തെ മുഖത്തേക്ക് നോക്കി അങ്ങേ ആരാധിപ്പാൻ, തിരുസനിൽ ഞങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ അറിയിപ്പാൻ, അങ്ങ് ചെയ്ത സകല നന്മകൾക്കും നന്ദി കരേറ്റുവാൻ ഒരു ദിവസം കൂടെ ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് ദാനമായി നൽകിയതോർത്ത് സ്തോത്രം. കർത്താവേ, കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ദൈവത്തിൻ്റെ കൃപ ഞങ്ങളിൽ പകർന്നു. ഞങ്ങൾ ചോദിച്ചതിലും നനച്ചതിലും അത്യന്തം പരമായ നന്മകളാൽ ഞങ്ങളെ നിറച്ച് ക്രിസ്തു യേശുവിൽ ഞങ്ങളെ ജയോത്സവമായി നടത്തിയ ദൈവത്തിൻ്റെ വിശ്വസ്തതകളെ ഓർത്ത്, വലിയ സ്നേഹത്തെ ഓർത്ത് ഞങ്ങൾ നന്ദിയോടങ്ങിക്ക് സ്തോത്രം ചെയ്ത കർത്താവേ, ഈ രാവിലെ സമയം ദൈവസന്നിധാനത്ത് ഞങ്ങൾ കടന്നു വന്നത് ഞങ്ങളുടെ ജീവിതത്തിൽ വിടുതലായി തീരുവാൻ, അവിടുത്തെ നാമത്തിന് മഹത്വമായി തീരുവാൻ, അടികൾക്ക് അനുഗ്രഹമായി ഭവിപ്പാൻ ദൈവം സഹായിക്കണമേ. കർത്താവേ, ഞങ്ങൾ ആരും അന്യചിന്തകളോടെ, അലസതയോടെ, ഉദാസീനതയോടെ ദൈവത്തിലായിരിക്കാൻ അനുവദിക്കല്ലേ. ഏകാഗ്രഹതയോടെ ഞങ്ങൾ ഞങ്ങളുടെ സന്നിധാനത്തിലായിരിക്കാൻ ദൈവം ഞങ്ങൾക്ക് കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഭയഭക്തി ബഹുമാന ആദരവുകളോടുകൂടെ അവിടുത്തെ പാദപീഠത്തിലായിരിക്കാൻ, അങ്ങേ ആരാധിച്ച് അങ്ങേക്ക് മഹത്വം കരേറ്റുവാൻ കർത്താവേ, രാവിലെ സമയം ഞങ്ങൾക്ക് അവിടുന്ന് കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ സന്നിധാനത്തിൽ ഞങ്ങൾ സമയങ്ങൾ ചിലവഴിക്കുന്ന ഞങ്ങളുടെ ജീവിതത്തിൽ വിടുതലായി അനുഗ്രഹമായി തീരുവാൻ, ദൈവനാമത്തിന് മഹത്വമായി പുകഴ്ചയായി തീരുവാൻ ദൈവം സഹായിക്കണം. കൂട്ടിവരുത്തി എല്ലാ ദൈവമക്കൾക്കായി സ്തോത്രം. യാത്രയിൽ കൂടുതൽ വാഹനങ്ങളെ നിയന്ത്രിച്ചതിനായി സ്തോത്രം. കടന്നിലുള്ള പ്രിയപ്പെട്ടവരെ എത്ര വേഗം കൂട്ടിവരുത്തണമേ. കർത്താവേ, വഴിമതിയായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ സൂക്ഷിക്കണം. വാഹനങ്ങളെ നിയന്ത്രിച്ചോളണമേ. ആരെങ്കിലും കടന്നു വരാൻ ആഗ്രഹമുണ്ടായിട്ടും കഴിവില്ലാതെ ഭവനങ്ങളും മറ്റു രോഗികളായ പ്രയാസത്തോടെ ഭാരത്തോടെ ആയിരിക്കുന്നുവെങ്കിൽ ഇന്ന് പകൽവേള അവിടുത്തെ അത്ഭുതത്തിൻ്റെ കര നീട്ടി, കർത്താവെ സൗഖ്യമാക്കുന്ന കര നീട്ടി അവിടുന്ന് അവരെ വിടുവിച്ച് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കൃപ എല്ലാവരിലും പകരുന്ന പകൽവേള കടന്നു വന്ന പ്രിയപ്പെട്ടവർ, രോഗികളായി ക്ഷീണിതരായി ഭാരപ്പെടുന്നവർ വിടുതലോടെ സൗഖ്യത്തോടെ ആരോഗ്യത്തോടെ മടങ്ങിപ്പോവാൻ കൊണ്ട് ദൈവം സഹായിക്കണമേ. വിവിധ പ്രയാസങ്ങളോടെ ഭാരങ്ങളോടെ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് ദൈവകരുണ കാണിക്കണമേ. ഇത് പകൽവേള വിടുതലിന്റെ പകൽവേളയാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മുറ്റുമായി തൃക്കരങ്ങളെ ഏൽപ്പിക്കുന്നു. കർത്താവെ, ഗാനശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്ന ഞങ്ങളുടെ പ്രിയ സഹോദരങ്ങൾക്കായി സ്തോത്രം. ആത്മാവിൻ്റെ നിറവിൽ ഞങ്ങൾക്ക് പാടി ആരാധിപ്പാൻ ദൈവം സഹായിക്കണമേ. ദൈവമേ, സ്തോത്രം സ്തോത്രം സ്തോത്രം. അത്ര നടക്കുന്ന എല്ലാ ശുശ്രൂഷകളും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിലും അല്ലെങ്കിൽ നിയോഗത്തിലുമായിരിക്കാൻ ദൈവം സഹായിക്കും. അവിടുത്തെ വിലയേറിയ മേശ ഞങ്ങളുടെ മധ്യമുണ്ടല്ലോ. വളരെ പ്രാഗൽഭ്യത്തോടുകൂടെ ഇതിൽ പങ്കാരായി തീരുവാൻ ദൈവം ഞങ്ങളെ സഹായിക്കണമേ. കർത്താവേ, ദൈവത്തോടും മനുഷ്യരോടും കുറ്റമറ്റ മനസ്സാക്ഷിയുള്ളവരായി കർത്താവേ, അങ്ങയുടെ മേശയിൽ പങ്കാരായി തീർന്ന അനുഗ്രഹം പ്രാപിച്ച് സന്തോഷത്തോടെ മടങ്ങിപ്പോകേണ്ടയാക്കും. കൃപയെല്ലാം പകരും. തിരുനാമത്തെ മഹത്വപ്പെടുത്തും. മഹത്വം അറുക്കപ്പെട്ട കുഞ്ഞാടിന് യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ സ്വർഗീയ പിതാവേ, ആമേൻ. നമുക്കൊരുമിച്ച് ചേർന്ന് സ്തോത്രഗീതം പാടി നമ്മുടെ കർത്താവിനെ ആരാധിക്കാമല്ലോ. സ്തോത്രം. ഞാൻ പാടും ഇനാളിനി മോദാൽ കുഞ്ഞാട്ടിൻ വിലയേറിയ രക്തത്താൽ എന്നെ വീണ്ടതിനാൽ. ചേർന്ന് പാടി ദൈവത്തെ നാം ആരാധിക്കും. ഞാൻ പാടുമി നാളിനി മോദാൻ കുഞ്ഞാട്ടിൻ വിലയേറും രക്തത്താൽ എന്നെ വീണ്ടതിനാൽ. ദൈവ കുഞ്ഞാട്ടിൻ വിലയേറും രക്തത്താൽ എന്നെ വീണ്ടതിനാൽ. വെറും വെള്ളിയല്ല എന്നെ വാങ്ങുവാൻ, പൊൻവൈരമോ അല്ല മറുവിലയായി. വെറും വെള്ളിയല്ല എന്നെ വാങ്ങുവാൻ, പൊൻവൈരമോ അല്ല മറുവിലയായി. എൻ പേർക്കുയാഗമായി തീർന്നവനാ, എൻ പേർക്കുയാഗമായി തീർന്നവനാ. ദൈവ കുഞ്ഞാട്ടിൻ വിലയേറും രക്തത്താൽ എന്നെ വീണ്ടതിനാൽ. ദൈവ കുഞ്ഞാട്ടിൻ വിലയേറും രക്തത്താൽ എന്നെ വീണ്ടതിനാൽ. ഞാൻ പാടുമേ നാളിനി മോദാ കുഞ്ഞാട്ടിൻ വിലയേറും രക്തത്താൽ എന്നെ വീണ്ടതിനാൽ. ദൈവ കുഞ്ഞാട്ടിൻ വിലയേറും രക്തത്താൽ എന്നെ വീണ്ടതിനാൽ. അതിദുഃഖിതനായി ഭൂവിൽ തീർന്നു ഞാൻ,
വലഞ്ഞിടുന്ന അതിദുഃഖിതനായി ഭൂവിൽ തീർന്നു ഞാൻ. വൻപീഡയാൽ വലഞ്ഞിടുന്ന എന്റെ യേശുമാർവതിലാശ്വാസം, എന്റെ യേശുമാർവതിലാശ്വാസം കൊണ്ടു നിത്യം പാടും മോദമായി സ്തുതി സ്തോത്രം യേശുവിന്. കൊണ്ടു നിത്യം പാടും മോദമായി സ്തുതി സ്തോത്രം യേശുവിന്. പാടുമി നാടിനി മോദാ കുഞ്ഞാട്ടിൻ വിലയേറും രക്തത്താലെന്നെ വീട്ടതിനാൽ. ദൈവ കുഞ്ഞാട്ടിൻ വിലയേറും രക്തത്താലെന്നെ വീട്ടതിനാൽ. കുരിശും ചുമലേന്തിയ നാഥനെ യെരൂശലേം വഴി പോയവരെ. ഹല്ലേലൂയ. കുരിശേന്തിയ നാഥനെ യെരൂശലേം വഴി പോയവരെ. കുരിശിൽ ചിന്തിയ ചോരയാ, കുരിശിൽ ചിന്തിയ ചോരയാ. പുതുജീവ മാർഗത്തിൽ ഞാൻ നടപ്പാൻ നാഥാ അരുൾക കൃപ. പുതുജീവ മാർഗത്തിൽ ഞാൻ നടപ്പാൻ നാഥാ അരുൾക കൃപ. പാടുമി നാടിനി മോദാ കുഞ്ഞാട്ടിൻ വിലയേറും രക്തത്താലെന്നെ വീട്ടതിനാൽ. ദൈവ കുഞ്ഞാട്ടിൻ വിലയേറും രക്തത്താലെന്നെ വീട്ടതിനാൽ. തിരുവാഗ്ദത്തമാത്മമാരിയ എന്നെ നനയ്ക്കണമേ കൃപയാ. തിരുവാഗ്ദത്തമാത്മമാരിയ എന്നെ നനയ്ക്കണമേ കൃപയാ. നിന്നോളം പൂർണ്ണനായി തീർന്നു ഞാൻ, നിന്നോളം പൂർണ്ണനായി തീർന്നു ഞാൻ. സർവഖിന്നതയാകെയകന്നു വീട്ടിൽ അങ്ങു ചേർന്നിടുവാൻ. സർവഖിന്നതയാകെയകന്നു വീട്ടിൽ അങ്ങു ചേർന്നിടുവാൻ. ഞാൻ പാടുമി നാടിനി മോദാൻ കുഞ്ഞാട്ടിൻ വിലയേറും വീട്ടതിനാൽ. ദൈവ കുഞ്ഞാട്ടിൻ വിലയേറും രക്തത്താലെന്നെ വീട്ടതിനാൽ. കുരിശും ചുമലേന്തിയ നാഥനെ യെരൂശലേം വഴി പോയവരെ. കുരിശും ചുമലേന്തിയ നാഥനെ യെരൂശലേം വഴി പോയവരെ. കുരിശിൽ ചിന്തിയ ചോരയാ, കുരിശിൽ ചിന്തിയ ചോരയാ. പുതുജീവ മാർഗത്തിൽ ഞാൻ നടപ്പാൻ നാഥാ അരുൾക കൃപ. പുതുജീവ മാർഗത്തിൽ ഞാൻ നടപ്പാൻ നാഥാ അരുൾക കൃപ. പാടുമി നാടിനി മോദാ കുഞ്ഞാട്ടിൻ വിലയേറും രക്തത്താലെന്നെ വീട്ടതിനാൽ. ദൈവ കുഞ്ഞാട്ടിൻ വിലയേറും രക്തത്താലെന്നെ വീട്ടതിനാൽ. തിരുവാഗ്ദത്തമാത്മമാരിയ എന്നെ നനയ്ക്കണമേ കൃപയാ. തിരുവാഗ്ദത്തമാത്മമാരിയ എന്നെ നനയ്ക്കണമേ കൃപയാ. നിന്നോളം പൂർണ്ണനായി തീർന്നു ഞാൻ, നിന്നോളം പൂർണ്ണനായി തീർന്നു ഞാൻ. സർവഖിന്നതയാകെയകന്നു വീട്ടിൽ അങ്ങു ചേർന്നിടുവാൻ. സർവഖിന്നതയാകെയകന്നു വീട്ടിൽ അങ്ങു ചേർന്നിടുവാൻ. ഞാൻ പാടുമി നാടിനി മോദാ കുഞ്ഞാട്ടിൻ വിലയേറും രക്തത്താലെന്നെ വീട്ടതിനാൽ.
വീണ്ടതിനാൽ ദൈവകുഞ്ഞാട്ടിൻ വിലയേറും വീണ്ടതിനാൽ പാടുമേ നാടിനി മോദാം കുഞ്ഞാട്ടിൻ വിലയേറും വീണ്ടതിനാൽ ദൈവകുഞ്ഞാട്ടിൻ വിലയേറും ദൈവകുഞ്ഞാട്ടിൻ വിലയേറും ദൈവകുഞ്ഞാട്ടിൻ വിലയേറും രക്തത്താലെന്നെ Thank you, Lord Jesus. യേശുവിന്റെ രക്തത്താൽ, യേശുക്രിസ്തുവിന്റെ രക്തത്താൽ ജയമെടുക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രാർത്ഥനയ്ക്കായി നമ്മുടെ തലകളെ ദൈവസന്നിധാനത്തിൽ വണക്കാമല്ലോ. ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതവേളയിൽ ദൈവത്തിന്റെ പാദപീഠത്തിൽ ഒരുമിച്ച് കൂടി വന്ന് നമ്മുടെ വീണ്ടെടുപ്പുകാരനായ കർത്താവിനെ സ്തുതിപ്പാൻ, മഹത്വപ്പെടുത്തുവാൻ, ആരാധിപ്പാൻ സർവശക്തനായ ദൈവം നമ്മുടെ ജീവിതത്തിന്റെ അവസരം കൂടെ നമുക്ക് ദാനമായി നൽകിയല്ലോ. നമ്മുടെ കണ്ണുകളെ കണ്ണുനീരിൽ നിന്ന്, കാലുകളെ വീഴ്ചയിൽ നിന്നും, പ്രാണനെ മരണത്തിൽ നിന്നും വിടുവിച്ച് ദൈവപാദപീഠത്തിൽ ഒരുമിച്ച് കൂടി ദൈവത്തെ സ്തുതിപ്പാൻ, ദൈവത്തെ ആരാധിപ്പാൻ, മഹത്വപ്പെടുത്തുവാൻ കർത്താവ് നമുക്ക് സാവകാശം ഒരുക്കി തന്നല്ലോ. ഇന്ന് പകൽവേളയിലെ കൂട്ടായ്മ നമ്മുടെ ജീവിതത്തിൽ വലിയ വിടുതലായി തീരുവാൻ ദൈവസന്നിധാനത്തിൽ നാം കടന്നു വന്നത് നമ്മുടെ ജീവിതത്തിൽ വലിയ നന്മയായി, അനുഗ്രഹമായി ഭവിപ്പാൻ
ദൈവനാമത്തിന് മഹത്വമായി പുഴ്ചയായി തീരുവാനിടയാകേണ്ടതിന് ദൈവകരങ്ങളെ ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാമല്ലോ. ഹല്ലേലൂയ. ഈശ്വര കഴിഞ്ഞ ദിനങ്ങളൊക്കെ ദൈവം നമ്മെ ഭദ്രമായി സൂക്ഷിച്ചു. നേരിടമായിരുന്ന എല്ലാ അനർത്ഥങ്ങൾ, അപകടങ്ങൾ, ദോഷങ്ങൾ, ഭാരങ്ങൾ, പ്രയാസങ്ങൾ, രോഗദുഃഖാദികൾ, ഹല്ലേലൂയ, വിവിധ പ്രതിസന്ധികളൊക്കെ ദൈവം നമ്മെ വിടുവിച്ച് സമാധാനത്തോടെ, സന്തോഷത്തോടെ, പ്രത്യാശയോടെ ഈ രാവിലെ ദൈവത്തിന്റെ പാദപീഠത്തിൽ കൂട്ടി വന്നിരുത്തിയത് നമ്മുടെ ദൈവത്തിന്റെ മഹത്വത്തിന് കാരണമായി തീരുവാൻ, നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായി ഭവിക്കേണ്ടതിനായി ദൈവകരങ്ങളെ ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാമല്ലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്നയോളം ദൈവം നമ്മെ നടത്തി, ഇത്രത്തോളം ദൈവം നമ്മെ കൊണ്ടുവന്നു. ദൈവീയ അനുഗ്രഹങ്ങൾ, നന്മകൾ പ്രാപിപ്പാൻ ദൈവം നമുക്ക് അവസരങ്ങൾ ഒരുക്കി, സാവകാശം ഒരുക്കി തന്നു. പിന്നെ ദൈവം നമ്മെ സഹായിച്ച് അനുഗ്രഹിക്കേണ്ടതിനായി, ദൈവകൃപ പകർന്ന് മാനിക്കേണ്ടതിനായി ദൈവത്തോടെ നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാമല്ലോ. അതിൽ നടക്കുന്ന ശുശ്രൂഷകളൊക്കെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ആ നിയോഗത്തിലും നിയന്ത്രണത്തിലുമായി ഇരിപ്പാൻ സ്തോത്രം. അതിയോടൊന്ന് പരിശുദ്ധാത്മാവ് തന്നെ നമ്മളെ ഭരിച്ചു നിയന്ത്രിക്കേണ്ടതിന് സന്നിധാനബോധത്തോടെ, ഏകാഗ്രതയോടെ, ഭയത്തോടെ ആയിരിക്കാൻ ദൈവം നമ്മെ സഹായിക്കേണ്ടതിനായി ദൈവകരങ്ങളെ ഏൽപ്പിച്ചു കൊടുത്ത് നമുക്ക് പ്രാർത്ഥിക്കാമല്ലോ. പാടുവാൻ ദൈവം നമ്മെ ബലപ്പെടുത്തി തുടർന്നും പാടി ദൈവത്തെ ആരാധിപ്പാൻ ദൈവം നമ്മെ ശക്തീകരിക്കേണ്ടതിനായി ദൈവത്തോട് പ്രാർത്ഥിക്കാം. ആത്മാവിൽ പ്രാർത്ഥിപ്പാൻ ദൈവം നമ്മെ ബലപ്പെടുത്തേണ്ടതിനായി ഹല്ലേലൂയ. സ്തോത്രം. ദൈവത്തോട് പ്രാർത്ഥിക്കാമല്ലോ. ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട വചന ശുശ്രൂഷകൾ നമുക്ക് നൽകേണ്ടതിനായി ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ വിലയേറിയ മേശയിൽ നമ്മുടെ മധ്യമുണ്ട്. വളരെ പ്രാഗൽഭ്യത്തോട് കൂടുതൽ പങ്കാരായി തീരുവാൻ ദൈവം നമ്മെ സഹായിക്കേണ്ടതിനായി ദൈവകരങ്ങളെ ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാമല്ലോ. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. അങ്ങനെ എല്ലാ വിധത്തിലും എന്ന പകൽ വേള ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരായി, ഹല്ലേലൂയ, ദൈവത്താൽ വിടിവിക്കപ്പെട്ടവരായി തീരേണ്ടത് ദൈവകരങ്ങൾ സമർപ്പിച്ച് ഏൽപ്പിച്ച് നാം ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ സഹോദരന്മാരുടെ ഭാഗത്തൊരാൾക്ക് ശബ്ദം ഉയർത്തി പ്രാർത്ഥിക്കാം. സോദരം 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 വാക്യത്തിന് വിശ്വസ്തനും വാക്യമോടത്തിന് കർത്താവേ, നന്ദിയോടെ ഈ പകൽക്കാലം ഞങ്ങൾക്ക് തുല്യം കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്ന ശുഭജ മാറ്റപ്പെട്ടപ്പോൾ ഞങ്ങളുടെ ജീവനഭക്തിക്ക് വേണ്ട എല്ലാം തന്നെ ഞങ്ങളെ പോറ്റപ്പെടുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്ന ശുഭജ കഴിക്കാൻ ആഹാരം തന്നിരിക്കും, വസ്ത്രം തന്ന് പാർക്കുവാൻ പാർപ്പെടുന്നെന്ന് ശ്വസിക്കാൻ ചെയ്യുമെന്ന് ഓരോ ദിവസവും അത്ഭുതമായി സ്തോത്രം ചെയ്യുന്ന ശുഭജ. ഹല്ലേലൂയ. ഈ പകൽക്കാലം ഞങ്ങൾക്ക് നല്ല പാട്ട് തന്നതിനായി സ്തോത്രം ചെയ്യുന്ന യേശുപ്പച്ച, നല്ല ആരാധന തന്നതിനായി സ്തോത്രം ചെയ്യുന്ന യേശുപ്പച്ച. ഹല്ലേലൂയ. പ്രിയ ദേവദാസനോട് ഞങ്ങൾക്ക് വേണ്ട ആത്മീയ മന്ന ഞങ്ങൾക്ക് തരുവാൻ ഇടയാക്കണം യേശുപ്പച്ച. എന്മനം യഹോവയെ വാഴ്ത്തുവാൻ സഹോദരനും അനുഭവിച്ചാമത്തെ വാഴ്ത്തുക. എന്മനം യഹോവയെ വാഴ്ത്തുവാൻ ചെയ്ത ഉപകാരങ്ങളൊന്നും മറക്കരുതെന്ന് തിരുവത്തിയുള്ളവരെ യേശുപ്പച്ച. അങ്ങ് ചെയ്ത ഉപകാരങ്ങളൊന്നും മറക്കാതെ അങ്ങയുടെ സന്നിധിയിൽ നന്ദിയുള്ളവരായി തിരുവാൻ ഇടയാക്കണം യേശുപ്പച്ച. ഹല്ലേലൂയ. അധ്വാനിക്കുന്ന ഒരു പാഠം ചുമക്കാനുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാൻ ഞങ്ങൾ തിരുവഴുത്തിയുള്ള യേശുപ്പച്ച. ഞങ്ങൾ പലരും ദുഃഖത്തിലും ഭാരത്തിലും അങ്ങയുടെ സന്നിധിയിൽ കടന്നു വരുന്ന യേശുപ്പച്ച. ഈ ആരാധന കഴിഞ്ഞ് കടന്നു പോകുമ്പോൾ ദൈവമേ ആത്മീയ സന്തോഷത്തോടെ ആത്മീയജനത്തോടെ കടന്നു പോകാൻ ഇടയാക്കണം യേശുപ്പച്ച. പിന്നെ ഹല്ലേലൂയ. അങ്ങയുടെ സന്നിധി വന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്ന യേശുപ്പച്ച. എല്ലാ മാനവും മഹത്വങ്ങൾക്ക് മാത്രം യേശുനാമത്തിനെ ആമേൻ. നമുക്കെല്ലാവർക്കും കൂടെ എഴുന്നേറ്റ് നിന്ന് 84-ാം സങ്കീർത്തനം വാക്യപ്രതിവാക്യമായി പാടി നമ്മുടെ കർത്താവിനെ മുഖത്തുപെടുത്താം. സാം നമ്പർ 84. സങ്കീർത്തനം. സൈന്യങ്ങളുടെ യഹോവേ, തിരുനിവാസം എത്ര മനോഹരം. എന്റെയുള്ള യഹോവയുടെ പ്രാകാരങ്ങളെ വാഞ്ചിച്ച് മോഹിച്ചു പോകുന്നു. എന്റെ ഹൃദയം എന്റെ മാംസവും ജീവനുള്ള ദൈവത്തെ നോക്കി ഘോഷിക്കുന്നു. കുരുകിലൊരു വീടും മീവൽ പക്ഷി കുഞ്ഞുങ്ങൾക്കൊരു കൂടും കണ്ടെത്തിയിരിക്കുന്നു. എന്റെ രാജാവും എന്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവേ, നിന്റെ യാഗപീഠങ്ങളെ തന്നെ. എന്റെ ആലയത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ നിന്നെ നിത്യം സ്തുതിച്ചുകൊണ്ടിരിക്കും. ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ. ഇങ്ങനെയുള്ളവരുടെ മനസ്സിൽ സിയോനിലേക്കുള്ള പെരുവഴികളുണ്ട്. കണ്ണുനീർ താഴ്വരയിൽ കൂടി പോയപ്പോൾ അവർ അതിനെ രാജ്യമാക്കി തീർക്കുന്നു. മുൻമഴയാരത് അനുഗ്രഹപൂർണമായി തീരുന്നു. അവർ മേൽക്കുമേൽ ബലം പ്രാപിക്കുന്നു. എല്ലാവരും സിയോനിൽ ദൈവസന്നിധിയിൽ ചെന്നെത്തുന്നു. സൈന്യങ്ങളുടെ ദൈവമായ യഹോവേ, എന്റെ പ്രാർത്ഥന കേൾക്കണമേ. യാക്കോബിന്റെ ദൈവമേ, ചെവിക്കൊള്ളണമേ. ഞങ്ങളുടെ പരിചയായ ദൈവമേ, നോക്കേണമേ. നിന്റെ അഭിഷിക്തന്റെ മുഖത്തെ കടാക്ഷിക്കണമേ. എന്റെ പ്രാകാരങ്ങൾ കഴിക്കുന്ന ഒരു ദിവസം വേറെ 1000 ദിവസത്തേക്കാൾ ഉത്തമമല്ലോ. പുരുഷന്മാരുടെ കൂടാരങ്ങളിൽ പാർക്കുന്നതിനേക്കാൾ എന്റെ ദൈവത്തിന്റെ ആലയത്തിൽ വാതിൽ കാവൽക്കാരനായിരിക്കുന്നത് എനിക്ക് ഏറെ ഇഷ്ടം. യഹോവയായ ദൈവം സൂര്യനും പരിചയമാകുന്നു. യഹോവ കൃപയും മഹത്വവും നൽകുന്നു. നേരോടെ നടക്കുന്നവർക്ക് അവൻ ഒരു നന്മയും മുടക്കുകയില്ല. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.
Glory to God, glory to God, glory to God. Hallelujah. ഈ രാവിലെ സമയം ദൈവത്തിന്റെ പാദപീഠത്തിൽ ഒരുമിച്ച് കൂടി ദൈവത്തെ ആരാധിപ്പാൻ സ്തുതിപ്പാൻ ദൈവം നമുക്ക് ഭാഗ്യം നൽകി. സൈനികളുടെ ദൈവമേ, തിരുനിവാസം എത്ര മനോഹരം. എലിയുള്ള യഹോവയുടെ പ്രാകാരങ്ങളെ വാഞ്ചിച്ച് മോഹിച്ചു പോകുന്നു. എൻ്റെ ഹൃദയം എൻ്റെ മാംസവും ജീവനുള്ള ദൈവത്തെ നോക്കി ഘോഷിക്കുന്നു. ഈ രാവിലെ സമയം ദൈവത്തിൻ്റെ പാദപീഠത്തിൽ ദൈവത്തെ സ്തുതിപ്പാൻ, ദൈവത്തെ ആരാധിപ്പാൻ, ദൈവത്തിന് വേണ്ടിയുള്ളൊരു വാഞ്ച ഇന്ന് രാവിലെ സമയം ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകിയത്. ദൈവത്തിൻ്റെ സ്ഥലത്ത് ചേരുവാൻ, ദൈവത്തെ ആരാധിപ്പാനുള്ള വാഞ്ച ദൈവം നമുക്ക് നൽകിയല്ലോ. അത് നിമിത്തമുള്ള നാം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുവാൻ, ദൈവത്താൽ വിടുവിക്കപ്പെടുവാൻ, ദൈവത്തിന്റെ ആലയത്തിൽ സന്തോഷം അനുഭവിച്ച് ദൈവത്തിന്റെ കൃപ പ്രാപിച്ച് മടങ്ങിപ്പോകുവാൻ ദൈവം നമ്മെ സഹായിക്കേണ്ടതിനായി യഹോവ കൃപയും മഹത്വം നൽകുന്ന ദൈവമാണ്. ദൈവം സൂര്യനും പരിചയമാണ്. നേരോടെ നടക്കുന്നവർക്ക് ഓരോ നന്മയും മുടക്കി കളയുകയില്ല. കഴിഞ്ഞ നാളുകളിൽ ദൈവത്തെ സ്നേഹിച്ചതിൻ്റെ, വിശ്വസ്തയുടെ ദൈവത്തെ പിൻപറ്റിയതിൻ്റെ നന്മകളൊക്കെ നമ്മുടെ ജീവിതത്തെ അനുഭവിച്ചറിവാൻ ദൈവം ഭാഗ്യം നൽകി. തുടർന്ന് ദൈവം നമ്മെ നടത്തേണ്ടതിനായി, ദൈവം നമ്മെ സഹായിക്കേണ്ടതിനായി ദൈവത്തിന്റെ ബലമുള്ള കരങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കാം. നമ്മെ തന്നെ സമർപ്പിച്ചത് ഏൽപ്പിച്ചത് നാം ഒരുമിച്ച് അല്ലെങ്കിൽ ദൈവത്തെ മുഖത്തപ്പെടുത്തുമ്പോൾ നമ്മുടെ കരങ്ങൾ ഉയർത്തി ഒരിക്കൽ കൂടെ നമ്മുടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. സമർപ്പണ പാട്ടുകൂടെ പാടി നമ്മുടെ കർത്താവിനെ മുഖത്തപ്പെടുത്താമല്ലോ. എന്നെ നടത്തും ആ പൊന്നുകരമോ ഒരു നാളും കുറുകിട്ടില്ല. നമ്മെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച പ്രാർത്ഥന നമുക്ക് ഒരുമിച്ച് പാടി ദൈവത്തെ ആരാധിക്കും. എന്നെ നടത്തും ആ പൊന്നുകരമോ ഒരു നാളിലും കുറുകിട്ടില്ല. എന്നെ നടത്തും ആ പൊന്നുകരമോ ഒരു നാളിലും കുറുകിട്ടില്ല. എൻ ശബ്ദം കേൾക്കുന്ന ഒരു കാതെനിക്കുണ്ട്, ഒരു നാടും മന്ദമാകില്ല. എൻ ശബ്ദം കേൾക്കുന്ന ഒരു കാതെനിക്കുണ്ട്, ഒരു നാളും മന്ദമാകില്ല. ഹല്ലേലൂയ പാടിടും ഭുജബലത്താൽ നടത്തിയതാ. ഹല്ലേലൂയ പാടിടും ആ ഇമ്പസ്വരത്താൽ നയിച്ചതിനാ. ഹല്ലേലൂയ പാടിടും ആ ഭുജബലത്താൽ നടത്തിയതായി. ഹല്ലേലൂയ പാടിടും ആ ഇമ്പസ്വരത്താൽ നയിച്ചതിനാ. എന്നും നിറയ്ക്കും പാനപാത്രമുണ്ടെന്നും ഇന്നുവരെയും അതു കുറഞ്ഞിട്ടില്ല. എന്നും നിറയ്ക്കും പാനപാത്രമുണ്ടെന്നും ഇന്നുവരെയും അതു കുറഞ്ഞിട്ടില്ല. എൻ ദാഹം തീർക്കുന്ന ജീവനദിയുണ്ടെന്നും ഒരു നാളും വറ്റിപ്പോകില്ല. എൻ ദാഹം തീർക്കുന്ന ജീവനദിയുണ്ടെന്നും ഒരു നാളും വറ്റിപ്പോകില്ല. ഹല്ലേലൂയ പാടിടും ആ ഭുജബലത്താൽ നടത്തിയതാ. ഹല്ലേലൂയ പാടിടും
ഇമ്പസ്വരത്താ നയിച്ചതിനാ ഹല്ലേലൂയ പാടിടും അഭുജബലത്താ നടത്തിയതാ ഹല്ലേലൂയ പാടിടും ഇമ്പസ്വരത്താ നയിച്ചതിനാ എനിക്കാശ്വസിപ്പാൻ ഒരു സങ്കേതമുണ്ട് ഒരു നാളിലും വാതിലടയുകില്ല എനിക്കാശ്വസിപ്പാൻ ഒരു സങ്കേതമുണ്ട് ഒരു നാളിലും വാതിലടയുകില്ല എൻ തല ചായിപ്പാൻ ഒരു മാർവിടമുണ്ട് ചൂട് നൽകും യേശുവിൻ മാർവ് എൻ തല ചായിപ്പാൻ ഒരു മാർവിടമുണ്ട് ചൂട് നൽകും യേശുവിൻ മാർവ് ഹല്ലേലൂയ പാടിടും ഇമ്പസ്വരത്താ നയിച്ചതിനാ ഹല്ലേലൂയ പാടിടും അഭുജബലത്താ നടത്തിയതാ ഹല്ലേലൂയ പാടിടും ഇമ്പസ്വരത്താ നയിച്ചതിനാ എന്നെ നടത്തും ആ പൊന്നുകരമോ ഒരു നാളിലും കുറുകിട്ടില്ല എന്നെ നടത്തും പൊന്നുകരമോ ഒരു നാളിലും അത് കുറുകിട്ടില്ല എൻ ശബ്ദം കേൾക്കുന്ന ഒരു കാതരിക്കുണ്ട് ഒരു നാളും മന്ദമാകില്ല എൻ ശബ്ദം കേൾക്കുന്ന ഒരു കാതരിക്കുണ്ട് ഒരു നാളും മന്ദമാകില്ല ഹല്ലേലൂയ പാടിടും അഭുജബലത്താ നടത്തിയതാ ഹല്ലേലൂയ പാടിടും ഇമ്പസ്വരത്താ നയിച്ചതിനാ ഹല്ലേലൂയ പാടിടും അഭുജബലത്താ നടത്തിയതാ ഹല്ലേലൂയ പാടിടും ഇമ്പസ്വരത്താ നയിച്ചതിനാ നമുക്കെല്ലാവർക്കും ചേർന്നൊരു പാട്ട് കൂടെ പാടി നമ്മുടെ കർത്താവിനെ നമുക്ക് ആരാധിക്കാമല്ലോ. യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട നമുക്ക്, രക്തത്താൽ വിടുവിപ്പാർപ്പിയ നമുക്ക് അവൻ്റെ മക്കളായി തീരുവാൻ ഭാഗ്യം നൽകി. ആ രക്തത്തിൻ്റെ വീണ്ടെടുപ്പിൻ്റെ വില നാം ഈ ദിവസങ്ങൾ അനുഭവിച്ചറിയുവാൻ, അതനുഭവിച്ചറിഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നമുക്ക് വേണ്ടി ഒഴുക്കിയ രക്തത്തിൻ്റെ ഹല്ലേലൂയ സ്തോത്രം. ആ മറുവിലയാണ് നാം ഓരോരുത്തരും. ഇന്ന് രാവിലെ സമയം നമുക്കൊരുമിച്ച് ചേർന്ന് പാടി നമ്മുടെ കർത്താവിനെ നമുക്ക് ആരാധിക്കാമല്ലോ. യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടതാ
തൻ്റെ പ്രിയ ജനമേ ഉണർന്നിടുക. യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടതാ തന്റെ പ്രിയ ജനമേ ഉണർന്നിടുക. തന്റെ വേലയെ തികച്ചു നാം ഒരുങ്ങിടുക. യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടതാ തന്റെ പ്രിയ ജനമേ ഉണർന്നിടുക. തന്റെ വേലയെ തികച്ചു നാം ഒരുങ്ങിടുക. ഓ കാലമേറെ ഇല്ലല്ലോ കാരണം നാം കേട്ടിടാൻ, കാലമേറെ ഇല്ലല്ലോ കാരണം നാം കേട്ടിടാൻ. കാന്തൻ വരാറായി നാമും പോകാറായി, കാന്തൻ വരാറായി നാമും പോകാറായി. യേശുവിന്റെ നാമത്തിൽ വിടുതൽ നമുക്കുണ്ട്. സാത്താനോട് എതിർത്തിടാം ദൈവജനമേ. ഇനി തോൽവിയില്ല, ജയം നമുക്ക് അവകാശമേ. യേശുവിന്റെ നാമത്തിൽ വിടുതൽ നമുക്കുണ്ട്. സാത്താനോട് എതിർത്തിടാം ദൈവജനമേ. ഇനി തോൽവിയില്ല, ജയം നമുക്ക് അവകാശമേ. കാലമേറെ ഇല്ലല്ലോ കാഹളം നാം കേട്ടിടാൻ, കാലമേറെ ഇല്ലല്ലോ കാഹളം നാം കേട്ടിടാൻ. കാന്തൻ വരാറായി നാമും പോകാറായി, കാന്തൻ വരാറായി നാമും പോകാറായി. ആത്മബലത്തോടെ നാം കോട്ടകൾ തകർത്തിടാം. രോഗം ദുഃഖം മാറിടും യേശുനാമത്തിൽ. ഇനി ശോകമില്ല, ജയം നമുക്ക് അവകാശമേ. ആത്മബലത്തോടെ നാം കോട്ടകൾ തകർത്തിടാം. രോഗം ദുഃഖം മാറിടും യേശുനാമത്തിൽ. ഇനി തോൽവിയില്ല, ജയം നമുക്ക് അവകാശമേ. കാലമേറെ ഇല്ലല്ലോ കാഹളം നാം കേട്ടിടാൻ, കാലമേറെ ഇല്ലല്ലോ കാഹളം നാം കേട്ടിടാൻ. കാന്തൻ വരാറായി നാമും പോകാറായി, കാന്തൻ വരാറായി നാമും പോകാറായി. ശാപങ്ങൾ തകർത്തിടും യേശുവിന്റെ നാമത്തിൽ. ഭൂതങ്ങൾ വിട്ടോടിടും യേശുനാമത്തിൽ. ഇനി ശോകമില്ല, ജയം നമുക്ക് അവകാശമേ. ശാപങ്ങൾ തകർത്തിടും യേശുവിന്റെ നാമത്തിൽ. ഭൂതങ്ങൾ വിട്ടോടിടും യേശുനാമത്തിൽ. ഇനി ശോകമില്ല, ജയം നമുക്ക് അവകാശമേ. കാലമേറെ ഇല്ലല്ലോ കാഹളം നാം കേട്ടിടാൻ, കാലമേറെ ഇല്ലല്ലോ കാഹളം നാം കേട്ടിടാൻ. കാന്തൻ വരാറായി നാമും പോകാറായി, കാന്തൻ വരാറായി നാമും പോകാറായി. ആത്മബലത്തോടെ നാം കോട്ടകൾ തകർത്തിടാം. രോഗം ദുഃഖം മാറിടും യേശുനാമത്തിൽ. ഇനി ഭീതിയില്ല, ജയം നമുക്ക് അവകാശമേ. ആത്മബലത്തോടെ നാം കോട്ടകൾ തകർത്തിടാം. രോഗം ദുഃഖം മാറിടും യേശുനാമത്തിൽ. ഇനി ഭീതിയില്ല, ജയം നമുക്ക് അവകാശമേ. ഓ കാലമേറെ ഇല്ലല്ലോ കാഹളം നാം കേട്ടിടാൻ, കാലമേറെ ഇല്ലല്ലോ കാഹളം നാം കേട്ടിടാൻ. കാന്തൻ വരാറായി നാമും പോകാറായി, കാന്തൻ വരാറായി നാമും പോകാറായി. ശാപങ്ങൾ തകർത്തിടും യേശുവിന്റെ നാമത്തിൽ. ഭൂതങ്ങൾ വിട്ടോടിടും യേശുനാമത്തിൽ. ഇനി ശോകമില്ല, ജയം നമുക്ക് അവകാശമേ. ശാപങ്ങൾ തകർന്നിടും യേശുവിന്റെ നാമത്തിൽ. ഭൂതങ്ങൾ വിട്ടോടിടും യേശുനാമത്തിൽ. ഇനി ശോകമില്ല, ജയം നമുക്ക് അവകാശമേ. കാലമേറെ ഇല്ലല്ലോ കാഹളം നാം കേട്ടിടാൻ, കാലമേറെ ഇല്ലല്ലോ കാഹളം നാം കേട്ടിടാൻ. കാന്തൻ വരാറായി നാമും പോകാറായി, കാന്തൻ വരാറായി നാമും പോകാറായി. യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടതാ തന്റെ പ്രിയ ജനമേ ഉണർന്നിടുക.
Glory to God, Jesus. Hallelujah. Hallelujah. Praise you, Jesus. Thank you, Lord. വിശുദ്ധ പിതാവേ, നന്ദിയോടെ ഞങ്ങൾ ഒരിക്കൽ കൂടെ സ്തോത്രം ചെയ്യും. ഇത്രത്തോളം ഞങ്ങളെ സഹായിച്ച ദൈവത്തിന്റെ വിശ്വാസങ്ങൾക്കായി, അനുഗ്രഹിച്ച ദൈവത്തിന്റെ കൃപയ്ക്കായി സ്തോത്രം. പാടുവാൻ പ്രാർത്ഥിപ്പാനൊക്കെ ഞങ്ങൾക്ക് കൃപ നൽകിയല്ലോ. അങ്ങ് ആരാധിപ്പാൻ ദൈവമേ ഞങ്ങളെ ശക്തീകരിച്ചതിനായി സ്തോത്രം. ഞങ്ങൾക്ക് നൽകിയ നല്ല സംഗീത ഭാഗത്തിനായി സ്തോത്രം. ഞങ്ങളുടെ പഠനമേ, കൃപ ഞങ്ങളിൽ പകരണമേ. ഗാനശുശ്രൂഷകൾക്ക് നേതൃത്വം ഞങ്ങളുടെ സഹോദരങ്ങളെ ദൈവം അനുഗ്രഹിക്കും. പിന്നെ ഈ കൃപ കൊണ്ട് നിറയ്ക്കും. അടികളെ കഥാവിൻ്റെ കൃപയിൽ നിറച്ച് അവിടുത്തെ ശക്തി ഞങ്ങൾ പകർന്ന് ഞങ്ങളെ അനുഗ്രഹത്തോടെ ഞങ്ങളെ മടക്കി അയക്കണമെന്ന് പ്രാർത്ഥന. കൃപ കൊണ്ട് നിറയ്ക്കും. ക്രിസ്തയേശുവിൻ ധന്യമുള്ള നാമത്തിൽ സ്വർഗീയ പിതാവേ. എല്ലാവർക്കും Praise the Lord. Hallelujah. കർത്താവിൻ്റെ അതിപരിശുദ്ധമുള്ള നാമം അനുഗ്രഹിക്കപ്പെട്ടതായ ഈ നല്ല പ്രഭാതവേളയിൽ മുഖത്തുപെടുമാറാകട്ടെ. കർത്തൃസന്നിധാനത്തിൽ ഒരിക്കൽ കൂടെ കടന്നു വന്ന് നമ്മുടെ ദൈവത്തെ ആരാധിപ്പാൻ സ്തുതിപ്പാൻ തക്കവണ്ണം കർത്താവ് ഒരുക്കിയ നല്ല അവസരത്തെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല നാമത്തിൽ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ ചിലവഴിപ്പാൻ ഒരു ദിവസം കൂടെ ദൈവം നമുക്ക് നൽകി നമ്മുടെ ആയുസ്സിനെ ദീർഘിപ്പിച്ചല്ലോ. ദൈവകൃപ നമ്മിൽ പകർന്നതോർത്ത് ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യും. ഈ പകൽവേള ദൈവ നാമം നമ്മിൽ കൂടെ മഹത്വമെടുക്കേണ്ടതിന് വളരെ പ്രാർത്ഥനയോടെ ദൈവത്തിൻ്റെ പാദപീഠത്തിലായിരിക്കാം. കർത്താവ് നമ്മേവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ദൈവകൃപ നമ്മിൽ പകരട്ടെ എന്ന് ദൈവസന്നിധാനത്തിൽ പ്രാർത്ഥിക്കും. അനുഗ്രഹിക്കപ്പെട്ട ഒരു സങ്കീർത്തന ഭാഗമാണ് ഇന്ന് രാവിലെ സമയം നാം പാടി ദൈവത്തെ മുഖത്തപ്പെടുത്തിയത്. നമുക്കെല്ലാവർക്കും വളരെ പരിചിതമുള്ളതും ഒട്ടനവധി പേർക്ക് മനഃപ്പാടമായിരിക്കുന്നതുമായ ഒരു സങ്കീർത്തനമാണ് ഈ സങ്കീർത്തനം. ഈ സങ്കീർത്തനത്തെക്കുറിച്ച് സ്പർജൻ പറഞ്ഞിരിക്കുന്നത് സങ്കീർത്തനങ്ങളുടെ മുത്ത് എന്ന നിലയിലാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. അത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു സങ്കീർത്തനമാണ് ഈ 84-ാം സങ്കീർത്തനം. ഇത് കോരഹപുത്രന്മാരുടെ ഒരു സങ്കീർത്തനമായിട്ട് നമുക്ക് പഠിക്കുവാൻ കഴിയുന്നുണ്ട്. നമ്മൾ കോരഹപുത്രന്മാർ എന്ന് പറഞ്ഞ് വിടാറുണ്ട്. കോരകൻ്റെ മക്കളെയാണല്ലോ കോരഹപുത്രന്മാരെന്ന് പറയുന്നത്. ഈ കോരകൻ്റെ പുത്രന്മാരാരാണെന്ന് പുറപ്പാട് പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 24-ാം വാക്യത്തിൽ അവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളതായി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. സ്തോത്രം. അസൂർ, എൽഖാന, അബിയാസാഫ് ഈ 3 പേരാണ് കോരഹപുത്രന്മാർ എന്ന പേരിൽ അറിയപ്പെടുന്നതെന്ന് നാം ആ ഭാഗങ്ങൾ പഠിക്കുമ്പോൾ കാണുവാൻ കഴിയും. ഈ 84-ാം സങ്കീർത്തനവും 42-ാം സങ്കീർത്തനവും ഒരേ തലത്തിൽ വരുന്ന ഒരു സങ്കീർത്തനങ്ങളാണ്. ഇത് രണ്ടും കോരഹപുത്രന്മാരുടെ സങ്കീർത്തനമായിട്ടാണ് നമുക്ക് പഠിക്കുവാൻ കഴിയുന്നത്. വാസ്തവത്തിൽ ദൈവത്തിൻ്റെ ന്യായവിധിയിൽ അകപ്പെട്ടു പോകേണ്ടിയിരുന്ന ഈ കോരഹപുത്രന്മാർ, നാശത്തിൽ പെട്ടുപോകേണ്ടവർ, ദൈവത്തിൻ്റെ കൃപയാൽ രക്ഷപ്പെടുകയും അവർ ദൈവനാമത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുക.
തിരുവചനം പഠിക്കുമ്പോൾ നമുക്കത് വളരെ വ്യക്തമായി കാണുവാൻ കഴിയും. കോരഹപുത്രന്മാർ എങ്ങനെയാണ് രക്ഷപ്പെട്ടതെന്നും അവരുടെ പിതാക്കന്മാർ എങ്ങനെയാണ് ന്യായവിധിയിൽ അകപ്പെട്ടു പോയതെന്നും നമുക്ക് കാണുവാൻ കഴിയുന്നു. അവരുടെ പിതാക്കന്മാരോടൊപ്പം കോരഹ്, ദാദാൻ, അബീരാം, ഓൻ എന്നീ 4 കൂട്ടർ അവരോടൊപ്പം ചേർന്ന് നിന്നവർ ദൈവത്തിൻ്റെ ന്യായവിധിയിൽ അതുവരെ സംഭവിച്ചിട്ടില്ലാത്ത വണ്ണമുള്ള ഒരു ന്യായവിധിയിൽ അവർ അകപ്പെട്ടു പോകാനിടയായി. കാരണം നമുക്കറിയാം, മോശയ്ക്കും അഹരോനും വിരോധമായി സംസാരിച്ച് അവർ ദൈവത്തോട് മത്സരിച്ചതിൻ്റെ നിമിത്തമായി അവർക്ക് വാണിംഗ് കൊടുത്തിട്ടും അവർ അതിൽ നിന്ന് പിന്മാറുവാൻ തയ്യാറായില്ല. അവർക്ക് മുന്നറിയിപ്പ് കൊടുത്തു. അവർക്ക് മാത്രമല്ല അവരോടൊപ്പം കൂടിയവർക്കും മുന്നറിയിപ്പ് കൊടുത്തു. മോശയുടെ തെരഞ്ഞെടുപ്പിനെയും നേതൃത്വത്തെയും വെല്ലുവിളിച്ചവരാണവർ. അത്രമാത്രം ദൈവത്തോട് വെല്ലുവിളി ഉയർത്തിയ ആ കോരഹും അവൻ്റെ കൂട്ടരും അതിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ അവസരങ്ങൾ നൽകിയിട്ടും ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പിനോട് മത്സരിച്ച് അവർ ന്യായവിധിയിൽ അകപ്പെട്ടു പോകാനിടയായി. ഈ മത്സരിക്കുന്നവർ മാത്രമല്ല, അവരുടെ കൂട്ടാളികളും ന്യായവിധിയിൽ അകപ്പെട്ടു പോകുമെന്നുള്ളത് അതാണ് വളരെ വ്യക്തമായി വിളിച്ചു പറയുന്നത്. മത്സരികൾ മാത്രമല്ല, ആരൊക്കെ അവരോട് കൂടെ കൂടുന്നോ അവർക്കെല്ലാം ശിക്ഷ ഒന്ന് തന്നെയാണ്. അവരെ കൂടാരത്തിന്റെ സമീപത്ത് വിളിച്ചു വരുത്തിയിട്ട് മോശ പറയുന്നത്, ഇതൊരു അപൂർവ കാര്യം സംഭവിക്കും, ഇല്ല എങ്കിൽ നിങ്ങൾ മനസ്സിലായിക്കോണം എന്നെ ദൈവം തെരഞ്ഞെടുത്തിട്ടില്ല, ഇങ്ങോട്ട് വിട്ടിട്ട്. അവർ ആ മത്സരത്തിൽ പിന്നെയും നിന്നതുകൊണ്ട് ഭൂമി വായ്പിളർന്നവരെ വിഴുകിക്കളഞ്ഞു. പക്ഷേ കോരഹന്റെ പുത്രന്മാർ ആ ന്യായവിധിയിൽ നിന്ന് ഓടി രക്ഷപ്പെടുവാനിടയായി. ഈ കോരഹും കൂട്ടരും ആരാണെന്ന് ഓർത്തോളം, ലേവി ഗോത്രത്തിൽപ്പെട്ടവരാണ്. ആർക്കെതിരെയാ വെല്ലുവിളി മുഴക്കിയത്? ലേവി ഗോത്രത്തിൽപ്പെട്ടവർക്കെതിരെ തന്നെ. ദൈവം തെരഞ്ഞെടുത്തവർക്കെതിരെ അതേ ഗോത്രത്തിൽപ്പെട്ടവർ വെല്ലുവിളി മുഴക്കി. ഒന്നുകൂടെ പറഞ്ഞാൽ, ന്യായപ്രമാണം അറിയാവുന്നവർ, കൽപ്പന അറിയാവുന്നവർ, സ്തോത്രം, വചനം അറിയാവുന്നവർ അതിനെ ധിക്കരിച്ചുകൊണ്ട് അതിന് വിരോധമായി മത്സരിച്ചത് നിമിത്തം ദൈവത്തിന്റെ ന്യായവിധിയിൽ അകപ്പെട്ടു പോയി എന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ വചനത്തോട് മറുതലിക്കുന്നവർ, ദൈവത്തിന്റെ വചനത്തോട് മത്സരിക്കുന്നവർ, ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പിനോട് മത്സരിക്കുന്നവർ ദൈവത്തിന്റെ ന്യായവിധിയിൽ അകപ്പെട്ടു പോകുമെന്ന് സന്ദേഹം കൂടാതെ വിളിച്ചു പറയുകയാണ്. ഈ ന്യായവിധിയിൽ നിന്ന് ഇവർ രക്ഷപ്പെട്ടത് ഓടിപ്പോയി. ഇവിടെ ഈ സങ്കീർത്തനത്തിൽ അവർ പറയുന്നൊരു ഭാഗം ഇങ്ങനെയുണ്ട്. അവന്റെ അവസാന ഭാഗങ്ങളിൽ 10-ാം വാക്യം വായിക്കുമ്പോൾ, ദുഷ്ടന്മാരുടെ കൂടാരങ്ങളിൽ പാർക്കുന്നതിനേക്കാൾ എന്റെ ദൈവത്തിന്റെ ആലയത്തിന്റെ വാതിൽ കാവൽക്കാരനായിരിക്കുന്നത് എനിക്കേറെ ഇഷ്ടം. മത്സരിക്കുന്നവരോട് കൂടെ നിന്ന് മത്സരിക്കാതെ ദൈവത്തിന്റെ ആലയത്തിൽ പോയി അതിന് കാവൽക്കാരനായി നിൽക്കുന്നതാണ് എനിക്കേറെ ഇഷ്ടം. മത്സരിക്കുന്നത് പിതാക്കന്മാരാണെങ്കിലും, മത്സരിക്കുന്നത് ഉന്നതരാണെങ്കിലും, അല്ലെങ്കിൽ നേതൃത്വത്തിലുള്ളവരാണെങ്കിലും മത്സരികൾ ന്യായവിധിയിൽ അകപ്പെട്ടു പോകുമെന്നുള്ളതാണ്. പക്ഷേ അവിടുന്ന് ഓടിപ്പോകുന്നവർ രക്ഷപ്പെടും. അവരുടെ കൂടെ കൂടാതെ ഇരിക്കുന്നവർ രക്ഷപ്പെടും. അതാണ് കോരഹപുത്രന്മാരുടെ സംഭവം വിളിച്ചു പറയുന്നത്. അവർ രക്ഷപ്പെട്ടു. അവർ രക്ഷപ്പെട്ടു പോകുമ്പോൾ അവരുടെ ഹൃദയത്തിൽ എന്തെല്ലാത്ത സന്തോഷമാണ്.
അവർ ഓടിപ്പോകുന്നത്, രക്ഷ അവരുടെ അഭയം പ്രാപിക്കുന്നത് സങ്കേതനഗരത്തെയാണ്. അവർ ദൈവത്തെ വിലയം പ്രാപിച്ചു, ദൈവത്തിൻ്റെ സന്നിധിയിൽ ചെന്നു. അത് അവരുടെ ജീവിതത്തിൽ വലിയ വിടുതലായി. ജീവിതത്തിൽ പ്രതിസന്ധികൾ, ആ ദൈവത്തിൻ്റെ ആ ന്യായവിധി കടന്നു വരുന്നതിന് മുമ്പ് ദൈവത്തിൻ്റെ പാദപീഠത്തിൽ വീഴുന്നതാണ് ഏറ്റവും നല്ലത്. സ്തോത്രം. ഇങ്ങോട്ട് പോകട്ടെ. ഈ സങ്കീർത്തനത്തിൽ നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട 1-2 കാര്യം ഞാൻ ഓർപ്പിച്ച് വേഗത്തിൽ എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുവാൻ താല്പര്യപ്പെടുകയാണ്. സ്തോത്രം. അതിലെ 4, 5, 12 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഒരു പ്രത്യേക കൂട്ടരെ കുറിച്ച് അവിടെ പറയുന്നു. ഭാഗ്യവാന്മാർ. ആരാണ് ഭാഗ്യവാന്മാരെന്ന് പറയുക? ഒന്ന്, ആലയത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. 5-ാം വാക്യം, ബലം നിന്നിലുള്ള മനുഷ്യൻ ഞാൻ ബലവാനാണെന്നും ഞാൻ ശക്തനാണെന്നും എന്നെ തോൽപ്പിക്കാൻ ആരുമില്ലെന്നും എനിക്കെതിരെ നിൽക്കുന്നവർ ആർക്കും കഴിയില്ലെന്നും എന്ന് പറയുന്നവരെക്കാൾ ബലം ദൈവത്തിൽ ഉള്ളവൻ. സ്തോത്രം. ബലം നിന്നിലുള്ള മനുഷ്യൻ നമ്മുടെ ശക്തിയിലല്ല, നമ്മുടെ ബലത്തിലല്ല, നമ്മുടെ കഴിവിലല്ല പ്രശംസിക്കേണ്ടത്, അതിലല്ല നമ്മൾ ആശ്രയിക്കേണ്ടത്, നമ്മുടെ ദൈവത്തിൻ്റെ ബലത്തിൽ ആശ്രയിക്കണം. സ്തോത്രം. മൂന്നാമതായി പറയുന്നത് നിന്നിൽ ആശ്രയിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ദൈവത്തിൽ ആശ്രയിക്കും. ദൈവത്തിൽ അവിടെ ഒന്ന്, ആലയത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാൻ, ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ, ദൈവത്തിൽ ആശ്രയിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. രണ്ടാമത്തെ ഭാഗം 6-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്: കണ്ണുനീർ താഴ്വരയിൽ കൂടെ കടക്കുമ്പോൾ അവരതിനെ ജലാശയമാക്കി തീർക്കുന്നു, മുൻമഴയാൽ എന്ന പോലെ അത് അനുഗ്രഹപൂർണമാകുന്നു. സ്തോത്രം. ഇവിടെ ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ് പറയുന്നത്. 6-ാം വാക്യം വായിക്കുമ്പോൾ പാസിംഗ് ത്രൂ ദ വാലി ഓഫ് ബാഖ, കണ്ണുനീരിൻ്റെ താഴ്വര. അതിനെ ഇങ്ങനെ നമുക്ക് വിശേഷിപ്പിക്കാം. സ്തോത്രം. വേദന ഉളവാക്കുന്ന ജീവിത സാഹചര്യങ്ങൾ, കണ്ണുനീരുളവാക്കുന്ന അനുഭവങ്ങൾ, വരണ്ടതായ അനുഭവങ്ങൾ, വിജനമായ എന്ന് പറഞ്ഞാൽ ഒറ്റപ്പെടുന്ന ഏകാന്തതയുടെ അനുഭവങ്ങൾ, അങ്ങനെയുള്ള അനുഭവങ്ങളിൽ കൂടെ കടന്നു പോകുന്നവർ, സ്തോത്രം, അതിനെ ജലാശയമാക്കി തീർക്കുന്നു എന്ന് പറഞ്ഞാൽ ഇതൊക്കെ അങ്ങോട്ട് മാറി ഒരു പുഷ്ടിയുടെ അനുഭവം, ഏകാന്തതയുടെ അനുഭവം അല്ല, ദൈവം കൂടെയുള്ള അനുഭവം. സ്തോത്രം. ഹല്ലേലൂയ. വരണ്ട അനുഭവമല്ല, പച്ചപ്പുള്ള. സ്തോത്രം. നമ്മൾ അങ്ങനെ വായിക്കുന്ന, അവർ അതിനെ ജലാശയമാക്കി തീർക്കുന്നു, അവർ അതിനെ ജലാശയമാക്കി തീർക്കുന്നു. ഉറവകൾ പൊട്ടിപ്പുറപ്പെടുന്ന അനുഭവങ്ങൾ. സ്തോത്രം. ഹല്ലേലൂയ. മാത്രമല്ല ആ കണ്ണുനീർ മാറുന്ന അനുഭവങ്ങൾ. ദൈവമക്കളെ, എന്നും കണ്ണുനീരിൻ്റെ അനുഭവം അല്ല ദൈവമക്കളുടെ ജീവിതത്തിലുള്ളത്. നമ്മൾ ചോദിച്ചിട്ട് എന്നും എനിക്ക് കണ്ണുനീരിൻ്റെ അനുഭവം ഉള്ളൂ? ഈ കണ്ണുനീരൊന്ന് മാറുന്ന ദിവസങ്ങൾ എൻ്റെ മുമ്പിലില്ലേ? ഈ വേദനകളൊന്നും മാറത്തില്ലേ? എന്ന് ഞാൻ നിന്ദകൾ കേൾക്കേണ്ടവനാണോ? എന്നും പരിഹാസങ്ങളും ആക്ഷേപങ്ങളും കേൾക്കേണ്ടവളാണോ? ഒരു കാര്യം ഓർത്തു കൊള്ളണം, എന്നും നീ കണ്ണുനീരിൻ്റെ അനുഭവത്തിൽ കടന്നു പോകേണ്ടി വരികയില്ല. നീ വരൾച്ചയുടെ അനുഭവത്തിൽ കൂടെ കടന്നു പോകേണ്ടി വരികയില്ല. നീ നിന്നയുടെ അനുഭവത്തിൽ കൂടെ കടന്നു പോകേണ്ടി വരികയില്ല. അല്ല, നീ എന്നോ ആക്ഷേപത്തിന്റെ അനുഭവങ്ങൾ കൂടെ കടന്നു പോകേണ്ടി വരികയില്ല. നീ എന്നും ഏകാന്തതയുടെ നടുവിൽ കൂടെ, ഏകാന്തതയുടെ അനുഭവത്തിൽ കൂടെ കടന്നു പോകേണ്ടി വരികയില്ല. വിജനമായ ജീവൻ അനുഭവങ്ങൾ കൂടെ നീ കടന്നു പോകേണ്ടി വരികയില്ല. അതിനെയൊക്കെ മാറ്റിമറിച്ച് കൂടെ വരുവാനുണ്ട്. അവന്റെ പേരെ യഹോവയായ ദൈവം. മറ്റുള്ളവർ മാറിയിക്കട്ടെ, അകറ്റി നിർക്കട്ടെ, പല വിധത്തിലും നിന്നെ കുറ്റം വിതയ്ക്കട്ടെ. തിരുവചനം ഇങ്ങനെ വായിക്കുന്നല്ലോ. സ്തോത്രം. ഹൃദയം നമ്മെ കുറ്റം വിധിക്കുന്നില്ലെങ്കിൽ ദൈവത്തോട് നമുക്ക് പ്രാഗൽഭ്യമുണ്ടെന്ന്. സ്തോത്രം. ദൈവസന്നിധാനത്തിൽ നാം ഒരു കാര്യം ചെയ്യുമ്പോൾ അത് നീതിയാണെന്ന് നമുക്ക് തിരുവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ
നമുക്ക് ബോധ്യപ്പെട്ടാൽ, അതിനുവേണ്ടി നിന്നാൽ, അതിനുവേണ്ടി ഉറച്ചു നിന്നാൽ, നിന്നെ ദൈവം ഒറ്റപ്പെടുത്തുകയില്ല, നിന്നെ ദൈവം മാറ്റി നിർത്തുകയില്ല. നീതിക്ക് വേണ്ടി നിലകൊള്ളുന്ന ദൈവം, ന്യായത്തിനു വേണ്ടി നിലകൊള്ളുന്ന ദൈവം, അല്ല മറ്റുള്ളവരെല്ലാം ആക്ഷേപിച്ച് അകറ്റി നിർത്തുമ്പോഴും, മറ്റുള്ളവരെല്ലാം പരിഹസിച്ച് മാറ്റി നിർത്തുമ്പോഴും, മറ്റുള്ളവരെല്ലാം നിന്ദിച്ച് മാറ്റി നിർത്തുമ്പോഴും നിന്നോടൊപ്പം നിൽക്കാൻ ഒരുവനുണ്ടാകും. അവനാണ് യഹോവയായ ദൈവം. മനുഷ്യനെന്ന് പറയുന്നു എന്നുള്ളതല്ല ദൈവം നോക്കുന്നത്. മനുഷ്യൻ നമ്മളെ എങ്ങനെ വിലയിരുത്തുന്നു എന്നുള്ളതല്ല ദൈവം നോക്കുന്നത്. ഞാൻ ചിന്തിക്കേണ്ട ദൈവം എന്നെ എങ്ങനെ വിലയിരുത്തുന്നു എന്നുള്ളതാണ്. ദൈവം എങ്ങനെ എന്നെ കാണുന്നു എന്നുള്ളതാണ്. സ്തോത്രം, ഹല്ലേലൂയ. ഇവിടെ ശ്രദ്ധിക്കണേ, കണ്ണുനീരിന്റെ അനുഭവത്തിൽ കൂടെ കടക്കേണ്ടി വന്നാലും, ജീവിത പ്രതിസന്ധിയുടെ നടുവിൽ കൂടെ കടന്നു പോകേണ്ടി വന്നാലും, സ്തോത്രം, നീ ഒറ്റയ്ക്കല്ലെന്നുള്ളത് ഓർത്തു കൊള്ളണം. നീ തനിയല്ലെന്ന് ഓർത്തു കൊള്ളണം. നിന്നോടൊപ്പം നടക്കാൻ, ആ താഴ്വരയുടെ നടുവിൽ നിന്നോടൊപ്പം നടക്കാൻ, ഹല്ലേലൂയ, ഉണങ്ങി വരേണ്ട അനുഭവത്തിൽ കൂടെ നിന്നോടൊപ്പം നടക്കാൻ, ഹല്ലേലൂയ, ഇത് ഉണങ്ങി വരേണ്ട അവസ്ഥ എന്നും എൻ്റെ ജീവിതത്തിലുണ്ടോ, എന്നും ഞാൻ അതിൽ കൂടെ കടന്നു പോകേണ്ടി വരുമോ എന്ന് ചിന്തിച്ച് ഭാരപ്പെടുന്ന വ്യാകുലപ്പെടുന്ന ദൈവം, ഇതിലെ നീ എന്നും അങ്ങനെ ഉണങ്ങി വരേണ്ട അനുഭവത്തിൽ കൂടെ കടന്നു പോകേണ്ടി വരികയില്ല. നിനക്ക് വേണ്ടി ഒരു ഉറവ പൊട്ടി പുറപ്പെട്ടിട്ടുണ്ട്. നിന്റെ ഹല്ലേലൂയ, ഹല്ലേലൂയ, നിന്റെ വരൾച്ച മാറ്റുവാ, നിന്റെ ക്ഷീണം മാറ്റുവാ, നിന്റെ കണ്ണുനീർ മാറ്റുവാ, നിന്റെ വേദന മാറ്റുവാ. നിനക്ക് വേണ്ടി ഒരു ഉറവ പുറപ്പെട്ടിട്ടുണ്ട്. ഇസ്രായേൽ ജനത്തിന്റെ ജീവിത അനുഭവത്തിൽ അവര് എല്ലായ്പ്പോഴും അനുഗമിച്ച ഒരു ജീവജല നദി ഉണ്ടായിരുന്നു. അവർക്ക് വേണ്ടതെല്ലാം അതത് സമയങ്ങളിൽ നൽകുന്ന ഒരു ഉറവ. അവർ അധ്വാനിച്ചില്ല. സ്തോത്രം. മത്തായിയുടെ സുവിശേഷത്തിൽ വായിക്കുമ്പോൾ, 5-6 അധ്യായങ്ങൾ പഠിക്കുമ്പോൾ, 6-ാം അധ്യായത്തിൽ ആകാശത്തിലെ പറവകളെ നോക്ക്. അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ ശേഖരിച്ചു വെക്കുന്നുമില്ല, എങ്കിലും ദൈവം അവയെ പോറ്റുന്നു. വയലിലെ താമരകളെ നോക്ക്. എത്ര മനോഹരമായിട്ടാ, എത്ര നല്ല സൗന്ദര്യമുള്ളതായിട്ടാ ദൈവം അതിനെ അണിയിച്ചു നിർത്തിയിരിക്കും. അവയേക്കാൾ നിങ്ങൾ ശ്രേഷ്ഠതയുള്ളവർ. ആകാശത്തിലെ പറവകളെക്കാൾ, വയലിലെ താമരകളെക്കാൾ നിങ്ങൾ ശ്രേഷ്ഠതയുള്ളവർ. സ്തോത്രം. പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ, ദൈവത്തിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട, ഹല്ലേലൂയ, നമുക്ക് വേണ്ടി ഹല്ലേലൂയ മറുവിലയായി, ഹല്ലേലൂയ, തന്റെ രക്തമൊഴുക്കി നമ്മെ വീണ്ടെടുത്ത രക്തത്തിന്റെ വിലയായ നമ്മൾ, മറുവിലയായ നമ്മൾ, ഹല്ലേലൂയ, തകർന്നു പോകുവാൻ, വരൾച്ച അനുഭവിപ്പാൻ, ക്ഷീണിച്ചു പോകുവാൻ, തളർന്നു പോകുവാൻ നമ്മുടെ ദൈവം അനുവദിക്കുകയില്ല. കണ്ണുനീരിന്റെ അനുഭവത്തിൽ കൂടെ കടന്നു പോകേണ്ടി വന്നാലും അതിനെ മാറ്റി സന്തോഷത്തിന്റെ അനുഭവത്തിലേക്ക് കൊണ്ടുവരുവാൻ ശക്തനാണ് സേവിക്കുന്ന ദൈവം. ദാവീദ് അതിനെ കുറിച്ച് പറയുന്നത് ഇങ്ങനെ: കണ്ണുനീർ താഴ്വരയിൽ കൂടെ കടക്കേണ്ടി വന്നാൽ, സ്തോത്രം, നീ എന്നോട് കൂടെ ഇരിക്കും. കൂരിരുൾ താഴ്വരയിൽ കൂടെ കടന്നു പോകേണ്ടി വന്നാൽ നീ എന്നോട് കൂടെ ഇരിക്കും. എനിക്ക് വെളിച്ചമായി. ഞാൻ ഹല്ലേലൂയ എന്ത് ചെയ്യണം, എങ്ങോട്ട് പോകണം, ഹല്ലേലൂയ എങ്ങനെ ആയിത്തീരണമെന്നറിയാതെ ഞാൻ നിർനിമേഷനായി നിൽക്കുമ്പോൾ, ഞാൻ തളർന്നു നിൽക്കുമ്പോൾ, ക്ഷീണിച്ച് നിൽക്കുമ്പോൾ, കൂരിരുളുടെ നടുവിൽ പ്രകാശമായവൻ നിനക്ക് വേണ്ടി വെളിപ്പെട്ടു വരും. ഹല്ലേലൂയ, പ്രകാശമായവൻ നിനക്ക് വേണ്ടി വെളിപ്പെട്ടു വരും. നീ തളർന്നു പോകല്ലേ, ഹല്ലേലൂയ, നീ ക്ഷീണിച്ചു പോകല്ലേ. നിന്നെ നടത്തുന്ന സർവശക്തി നടത്തുവാൻ സർവശക്തനായ ഒരുവൻ നിന്നോടൊപ്പമുണ്ട്. കണ്ണുനീർ താഴ്വരയിൽ കൂടെ കടക്കുമ്പോൾ അവരതിനെ ജലാശയമാക്കി മാറ്റുന്നു. എങ്ങനെ? വിശ്വാസത്താൽ. അവർക്ക് വേണ്ടി ഒരു ഉറവ പൊട്ടി പുറപ്പെടുകയാണ്. സ്തോത്രം. മുൻമഴയാൽ അത് അനുഗ്രഹപൂർണ്ണമായി തീരും. അവർ മേൽക്കുമേൽ അനുഗ്രഹം പ്രാപിക്കും. അവർ നവോന്മേഷം പ്രാപിക്കുക, നവോന്മേഷം പ്രാപിക്കുക. അവർ ഒരു പുതുക്കം പ്രാപിക്കുക. എൻ്റെ വാക്കുകളെ ഞാൻ അവസാനിപ്പിക്കാം. സ്തോത്രം. താഴ്ത്തു വായിച്ചു വരുമ്പോൾ അവിടെ 10-ാം വാക്യത്തിൻ്റെ പ്രാകാരങ്ങൾ കഴിക്കുന്ന ഒരു ദിവസം വേറെ 1000 ദിവസങ്ങളെക്കാൾ ഉത്തമമല്ലോ. സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുന്ന മറ്റേത് സന്തോഷ അനുഭവങ്ങളെക്കാൾ, അവസരങ്ങളെക്കാൾ, ദിവസങ്ങളെക്കാൾ ദൈവത്തോടൊപ്പം ചിലവഴിപ്പാൻ ലഭിക്കുന്ന അല്ലെങ്കിൽ ഒരു ദിവസം ഏറ്റവും ശ്രേഷ്ഠകരമാണ്. സ്തോത്രം. വിശദീകരിക്കുന്നില്ല.
പുരോഗത്തുമാർ പറഞ്ഞ് അവസാനിപ്പിക്കുക. ദുഷ്ടന്മാരുടെ കൂടാരങ്ങളിൽ പാർക്കുന്നു. അവരുടെ പിതാക്കന്മാർ തെറ്റ് ചെയ്ത് ദൈവത്തിൻ്റെ ന്യായവിധിയിൽ അകപ്പെട്ടു പോയ അവരെക്കുറിച്ച് പറയാം, അവർ ദുഷ്ടന്മാരാണ്. പിതാക്കന്മാരായിരിക്കാം, പക്ഷേ അവർ ദുഷ്ടന്മാരാണ്. അവരോടൊപ്പം കൂടാരങ്ങളിൽ പാർത്ത് ന്യായവിധിയിൽ അകപ്പെട്ടു പോകുന്നതിനേക്കാൾ ഓടിച്ചെന്ന് രക്ഷ പ്രാപിച്ച് അവരുടെ ആലയത്തിൻ്റെ കാവൽക്കാരനായിരിക്കുന്നത് എനിക്കേറെ ഇഷ്ടം. സ്തോത്രം, സ്തോത്രം. അടുത്ത വാക്യം കൂടെ, യഹോവയായ ദൈവ സൂര്യനും പരിചയമാകുന്നു, യഹോവ കൃപയും മഹത്വം നൽകുന്നു. നേരോടെ നടക്കുന്നവർക്ക് ഒരു നന്മയും മുടക്കുകയില്ല. ആർക്കാ ദൈവം നന്മകൾ മുടക്കാത്തത്? നേരോടെ നടക്കുന്നവർക്ക്. സ്തോത്രം. എവിടെങ്കിലും നന്മ മുടങ്ങിപ്പോകുന്നെങ്കിൽ ഒന്ന് സ്വയം വിലയിരുത്തൽ നിന്ന് ശോധന ഏൽപ്പിച്ചു കൊടുക്കണം. നമ്മളെ ഒന്ന് ശോധന ചെയ്യണം. സ്തോത്രം. എവിടെങ്കിലും എൻ്റെ നേരിന് കോട്ടം സംഭവിച്ചോ? നേരോടെ നടക്കുന്നവർക്ക് ഒരു നന്മയും മുടക്കുകയില്ല. ദൈവം നമ്മുടെ പരിചയമാണ്, ദൈവം നമ്മുടെ പലകയാണ്. ഹല്ലേലൂയ. നേരോടെ നടന്നാൽ അവൻ നമ്മെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. സ്തോത്രം. പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്, സൈനികളുടെ ദൈവമായ യഹോവേ, നിന്നിൽ ആശ്രയിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഈ ദിവസങ്ങളിൽ ദൈവത്തിൽ നമുക്ക് ആശ്രയിക്കാം. ഹല്ലേലൂയ. ദൈവത്തിൽ നമുക്ക് ആശ്രയിക്കാം. ദൈവം നമ്മുടെ പരിചയമാണ്, ദൈവം നമ്മുടെ സങ്കേതമാണ്. ആ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ദിവസങ്ങൾ നമുക്ക് മുന്നേറാം. ദൈവമായ കർത്താവ് നമ്മെ അവരെ ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കുമാറാകട്ടെ. തുടർന്നുള്ള സമയം സാക്ഷ്യത്തിനായിട്ട് വേർതിരിക്കുന്നു. വേഗത്തിൽ സാക്ഷ്യങ്ങളെ പ്രസ്താവിക്കാം. For Bible recitation, children will come forward. Jessel James will lead the session. Praise the Lord. 1 John 3 verse 16. This is how we know what love is. Jesus Christ laid down his life for us, and we ought to lay down our life for our brothers and sisters. Amen. സമയവും നമ്മുടെ പ്രിയ കുഞ്ഞുങ്ങളുമായി ഒരുമിച്ച് കടന്നു വന്ന് ദൈവത്തെ ആരാധിപ്പാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവം അവസരം നൽകി. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എഴുന്നേറ്റ് വാക്യങ്ങൾ പ്രസ്താവിപ്പാൻ ദൈവം കൃപ ചെയ്തല്ലോ. തുടർന്ന് ദൈവം നമ്മുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കേണ്ടതിനായി അവരുടെ ജീവിതത്തിൽ എല്ലായ്പ്പോഴും ദൈവ സാന്നിധ്യം അനുഭവിച്ചറിഞ്ഞ് ദൈവകൃപ പ്രാപിച്ച് നമ്മുടെ കുഞ്ഞുങ്ങൾ മുന്നേറുവാൻ പത്യോപദേശത്തിൽ അവർ ഓരോ ദിവസവും വളർന്നു വരുവാൻ ദൈവം അവരെ സഹായിക്കേണ്ടതിനായി, ദൈവകൃപ അവരിൽ പകർന്ന് അനുഗ്രഹിക്കേണ്ടതിനായി ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കുഞ്ഞുങ്ങളുടെ നേരെ നമ്മുടെ കരങ്ങളിൽ നീട്ടി നമുക്ക് അവരെ ഒന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ഈ രാവിലെ സമയം ഞങ്ങളുടെ കുഞ്ഞുങ്ങളുമായി തിരുസന്നിധാനത്തിൽ അടുത്തു വരുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ദൈവത്താൽ ഉപദേശിക്കപ്പെട്ടവരായി, ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരായി തീരുടയാക്കണമേ. അവരുടെ ജീവിതയാത്രയിൽ എല്ലായ്പ്പോഴും അവരോടൊപ്പം ഇരിക്കണമേ. അവർക്ക് ആലോചനക്കാരനായി കൂടുന്നവരെ സഹായിക്കണമേ. കർത്താവ്, ഇന്നയോളം ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് നടത്തിയതോർത്ത് സ്തോത്രം. അവരുടെ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ കൂടിരുന്നല്ലോ, യാത്രകളിൽ കൂടിരുന്നവരെ അനുഗ്രഹിച്ചല്ലോ. തുടർന്ന് ദൈവം അവരെ സഹായിക്കണമേ. ദൈവകൃപ നിറച്ച് അവരെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവർ പഠിക്കുന്ന സ്ഥാപനങ്ങളിൽ സ്തോത്രം, അവർ ഹല്ലേലൂയ യാത്ര ചെയ്യുന്നിടങ്ങളിൽ, അവരുടെ ഭവനത്തിൽ അവർ അനുഗ്രഹിക്കപ്പെട്ടവരായി മാതൃകയുള്ളവരായി ജീവിപ്പാൻ ദൈവം അവർക്ക് കൃപ ചെയ്യണം. പഠിപ്പമ്മയുടെ ജ്ഞാനം, ബുദ്ധി, ഓർമ്മശക്തി ഒക്കെ നൽകി അവരെ അനുഗ്രഹിക്കും. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സഭയായി ഈ രാവിലെ സമയം ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അവരെല്ലാ കാലത്തും അനുഗ്രഹിക്കപ്പെട്ടവരായി തീരട്ടെ. യേശു ക്രിസ്തുവിൻ്റെ തുല്യനാമത്തിൽ സ്വർഗീയ പിതാവേ. ഷൗട്ട് ഹല്ലേലൂയ. സാക്ഷ്യം പ്രസ്താവിപ്പാനുള്ള അവസരമാണ്. വേഗത്തിൽ സമയത്ത് വിനിയോഗിക്കാം. ശിഷ്യാൽ ഇന്ന് പകൽവേള നമ്മുടെ മധ്യ ഒരു പ്രിയ സഹോദരനുണ്ട്, ബെസ്റ്റിൻ, കൊട്ടാരക്കര വാളകം അണ്ടൂർ സ്വദേശിയാണ്. ഇന്ന് ഈ രാവിലെ സമയം പ്രിയ സഹോദരനോട് ഒരുമിച്ച് ദൈവത്തെ ആരാധിപ്പാൻ അവസരം ലഭിച്ചതിൽ സന്തോഷമുണ്ട്. പ്രിയ സഹോദരനെ
സ്വാഗതം ചെയ്യുന്നു. ദൈവമായ കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. സജു മൈക്കുന്നു. என்னை விட்டு விலகாத ஆண்டவர், என்னை ஒருபோதும் கைவிடாத சிநேகிதர். என்னை விட்டு விலகாத ஆண்டவர், என்னை ஒருபோதும் கைவிடாத சிநேகிதர். எனக்காக ஜீவன் தந்த ரட்சகர், என் வாழ்வில் என்றும் போதுமானவர். எனக்காக ஜீவன் தந்த ரட்சகர், என் வாழ்வில் என்றும் போதுமானவர். மலைகள் விலகி போனாலும், பர்வதங்கள் பெயர்ந்து போனாலும், மலைகள் விலகி போனாலும், பர்வதங்கள் பெயர்ந்து போனாலும், அவர் கிருபை அவர் இரக்கம் மாறாது எந்தன் வாழ்விலே. அவர் கிருபை அவர் இரக்கம் மாறாது எந்தன் வாழ்விலே. கர்த்தருடைய பரிசுத்த நாமம் மகிமைப்படுவதாக. நான் தமிழ் ஃபெலோஷிப்பில் உள்ள பிரதர் வில்சன் பாபாவுடைய மனைவி. கடந்த 8 வருடங்களுக்கு முன்பதாக இந்த தேவ சபையோடு தேவ ஜனங்களோடு ஆராதிக்கும்படியாக கர்த்தர் உதவி செய்தார். மீண்டுமாக இந்த சபையில் கலந்து கொண்டு தேவனை ஆராதிக்க இந்த நாளிலே கர்த்தர் எனக்கு கொடுத்த பாக்கியத்துக்காக கர்த்தரை ஸ்தோத்தரிக்கிறேன், துதிக்கிறேன். நேற்றைய தினத்தில் இந்த தேசத்துக்கு கடந்து வரும்படியாய் கர்த்தர் எனக்கு அனுக்கிரகம் செய்தார். வரதுக்குள்ளே ஆயத்தங்கள், காரியங்கள், பிரயாண அனுகூலங்களை கர்த்தர் நேர்த்தியாய் செய்தார். எங்களுக்காக எங்களுடைய சபை போதகர் ஜெபித்திருக்கிறாங்க. ஆண்டவராக இயேசு கிறிஸ்து நாமத்தினால ஒவ்வொருக்கும் வாழ்த்துக்களை சொல்லிக் கொள்கிறேன். குறிப்பாய் என்னுடைய மூத்த மகளுடைய திருமண காரியத்துக்காக சபையில் எங்களுடைய ஜெப காரியங்களை கேட்டிருந்தோம். அந்த நேரத்தில் தேவதாசர் அதோடு சேர்ந்து சபையின் விசுவாச குடும்பங்கள் எங்களுக்கு அந்த பிள்ளைகளுக்காக அதிகமாக ஜெபித்தாங்க. ஆண்டோடைய பெரிதான கிருபையினாலே இந்த வருடம் ஜனவரி மாதம் 15ஆம் தேதி அந்த திருமணம் நேர்த்தியாக நடக்கும்படியாக கர்த்தர் எல்லாவற்றையும் மிகவும் அதிசயமாய் அற்புதமாய் நடத்தி தந்தார். அதற்காக என் தேவனை ஸ்தோத்தரிக்கிறேன், துதிக்கிறேன். கர்த்தர் செய்த நன்மைக்கு ஈடாக வேறு எதையும் செலுத்திக் கொள்ள முடியாது. கர்த்தருக்கு நன்றியை அதிகமாக செலுத்திக் கொள்ள வேண்டிய ஒன்றே எங்களுக்கு பாக்கியமாக இருக்கிறது. மொத்த மகளும் இந்த நாட்டில் MBBS முடித்து அடுத்த PG படித்து கொண்டிருக்கிறார்கள். குடும்ப வாழ்க்கை அனுக்கிரகமாய் ஆண்டவர் மாற்றி தந்தார். நல்ல ஒரு ஆவிக்குரிய மகனை எங்களுடைய குடும்பத்துக்கு மகளுக்கு துணையாய் தந்தார். அதற்காக கர்த்தரை ஸ்தோத்தரிக்கிறேன், துதிக்கிறேன். தொடர்ந்து அவருடைய குடும்ப வாழ்க்கை ஆசீர்வாதமாக இருக்க படிப்பு காரியங்களே கர்த்தர் உதவி செய்ய முடியாது, ஜெபிக்க முடியாது கேட்டுக்கொள்ளும். இளைய மகளும் படித்து கொண்டிருக்கிறாங்க. அவளோடு கிருபையாக இருந்து நடத்துகிறபடியால் கர்த்தரை ஸ்தோத்தரிக்கிறேன். தொடர்ந்து ஜெபத்தை தாங்கிக் கொள்ளுங்க. இன்னும் கர்த்தருக்கு சித்தமானால் ஒரு 2 மாதங்கள் இந்த இடத்துல இருப்பதாக இருக்கும். அந்த நாட்களில் தேவ கிருபைகளை தாங்கும்படியாக குடும்பமாய் தேவனை இன்னும் அதிகமாய் ஆராதிக்கும்படியாக கர்த்தர் எங்களுக்கு உதவி செய்ய வேண்டும். ஜெபித்து உதவினா ஒவ்வொருவருக்கும் ஆண்டவராகிய இயேசு கிறிஸ்து நாமத்தினாலே நன்றி செலுத்திக் கொள்வேன். கர்த்தருடைய நாமம் ஒன்றே மகிமைப்படுவதாக. ஆமென். சுகந்தி பாய். സഹോദരന്മാർക്ക് സാക്ഷി നയിക്കുന്നു കുറേ മതി. അനുഗ്രഹിക്കപ്പെട്ട ദൈവസഭയിൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവങ്ങളോടൊപ്പം ഒരു സാക്ഷിയായി നിൽപ്പാൻ ദൈവയുടെയൊക്കെ വലിയ കൃപയോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എൻ്റെ പേര് ക്രിസ്ത്യൻ എന്നാണ്. സ്ഥലം കൊട്ടാരക്ക. ജോലിയോടുള്ള ബന്ധത്തിൽ ഞാൻ വഴിച്ചലായിരിക്കുന്നു. വിശേഷം എൻ്റെ ബ്രദർ ജർണസൻ കൈവച്ചോടൊപ്പം ഞാൻ ദൈവയുടെയൊക്കെ കൃപയ്ക്ക് സ്തുതിക്കുന്നു. ദൈവമക്കളെ എല്ലാവരെയും പ്രാർത്ഥന ചോദിക്കുന്നു. ഇവിടെ ആയിരിക്കുന്നിടത്ത് ദൈവകൃപയിൽ നിലനിൽപ്പാൻ സന്തോഷിപ്പിച്ച ഒരു വാക്യമായി ചെലുത്താൻ ആഗ്രഹിക്കുന്നു. സങ്കീർത്തനം 34:1 ഞാൻ പോയ എല്ലാ കാലത്തും വാഴ്ത്തും, നമ്മുടെ സ്തുതി എപ്പോഴും എന്നതാണ്. അനുഗ്രഹിക്കപ്പെട്ട നല്ല സാക്ഷ്യങ്ങൾ കേൾക്കുവാനിടയായി തീർന്നല്ലോ. പ്രിയ സുഗതി സിസ്റ്റർ ചില മാസങ്ങൾക്ക് ശേഷം കടന്നു വന്ന് ഒരുമിച്ച് ദൈവത്തെ ആരാധിപ്പാൻ ദൈവം അവസരം നൽകി. ദൈവം കഴിഞ്ഞ നാളുകളിൽ അവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ, ദൈവിക വിടുതലുകളൊക്കെ വെളിപ്പെടുത്തിയ സാക്ഷ്യം കേട്ടല്ലോ. ദൈവം കുടുംബമായി അവരെ സഹായിക്കേണ്ടതിനായി ദൈവകൃപ
പകർന്ന് മാനിക്കേണ്ടതിനായിട്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പ്രിയ സഹോദരൻ ബെസ്റ്റിനും നമ്മോട് ഒരുമിച്ച് ഇന്ന് പകൽവേള ദൈവത്തെ ആരാധിപ്പാൻ ദൈവം അവസരം ഒരുക്കിയല്ലോ. പ്രിയ സഹോദരനെയും ദൈവം അനുഗ്രഹിക്കേണ്ടതിനായിട്ട് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇവിടെ ആയിരിക്കും ദിവസങ്ങൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട അനുഭവത്തെ മുന്നേറുവാൻ ദൈവം കൃപ ചെയ്യേണ്ടതിനായിട്ട് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാമല്ലോ. അതുപോലെ സഭയായി നാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന പല വിഷയങ്ങളുണ്ട്. ദിവസങ്ങൾ ദൈവത്തിൻ്റെ അത്ഭുതത്തിൻ്റെ കരം ദൈവം വെളിപ്പെടുത്തേണ്ടതിനായി ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ചില ദിവസങ്ങളൊക്കെ വിഷയങ്ങളെല്ലാം ഓർത്ത് പ്രാർത്ഥിപ്പാനിടയായി ദൈവം പിന്നെയും സഹായിക്കേണ്ടതിനായിട്ട് ആ വിഷയങ്ങളെല്ലാം ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാമല്ലോ. നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ പലരും ശാരീരിക ക്ഷീണത്തോടെ ക്ലേശങ്ങളോടെ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. ദൈവം അവരെയൊക്കെ സഹായിക്കുകയും വിടുവിക്കുകയും ചെയ്യേണ്ടതിനായിട്ട് ദൈവത്തോട് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. പലരും പനിയുടേതായ അസ്വസ്ഥതകൾ മറ്റ് ശാരീരികമായ ക്ലേശത്തിൽ കൂടെ കടന്നു പോകുന്നു. ദൈവം അവരൊക്കെ സൗഖ്യമാക്കേണ്ടതിനായി പ്രാർത്ഥിക്കാമല്ലോ. എല്ലാ വിഷയങ്ങളും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് നാം ഒരുമിച്ച് ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുമ്പോൾ സഹോദരന്മാരിൽ ഒരാൾക്ക് ശബ്ദത്തിൽ പ്രാർത്ഥിക്കും. ഹല്ലേലൂയ. സ്തോത്രം വിശുദ്ധനായ കർത്താവെ, അപ്പച്ചൻ്റെ പാദപീഠത്തിലേക്ക് വരുന്നു. അടിയങ്ങൾ രാവിലെ സഹായമായി കൂടി വരാനുള്ള കൃപ വന്നതിനായി സ്തോത്രം ചെയ്യും. കഴിഞ്ഞ ഒരാഴ്ച കാലം മുഴുവൻ അടിയങ്ങളെ കാത്തു സൂക്ഷിച്ചു വരാമായിരുന്ന ആപത്തുകളർത്തൊക്കെ വിടുവിച്ച കൃപകൾക്കായി സ്തോത്രം. ജോലി സ്ഥലങ്ങളിലെ പോക്കിലെ വരവിലെ വാഹനയാത്രകളെല്ലാം അപ്പച്ചൻ കാത്തു സൂക്ഷിച്ച കൃപകൾക്കായി സ്തോത്രം ചെയ്യും. അടിയങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. സാക്ഷ്യം പറഞ്ഞ കുഞ്ഞുങ്ങളെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. പഠിക്കാനുള്ള ബുദ്ധിയും ജ്ഞാനവും കൃപയും കൊടുത്ത് ഭാഷയെല്ലാം വിടുതൽ കൊടുക്കണമെന്ന് നമ്മുടെ പോക്കിലെ വരവിലൊക്കെ അപ്പച്ചൻ്റെ കൃപ ഉണ്ടായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരെ എവിടെ പോയാലും ദൈവത്തെ ഭയന്ന് ജീവിക്കാനുള്ള കൃപ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ അടിയങ്ങൾ പുതിയ സഹോദരനായി പ്രാർത്ഥിക്കുന്ന പ്രവൃത്തി അനുഗ്രഹിക്കണമേ. ജോലിക്ക് പ്രവേശിക്കാനുള്ള കൃപ വന്നതിനായി സ്തോത്രം. അടിയങ്ങളോട് ഒരുമിച്ചുള്ള കൂട്ടായ്മ പ്രവൃത്തി അനുഗ്രഹിക്കണമേ എന്ന് എൻ്റെ വിൽസന്മാരുടെ വൈഫിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രവൃത്തിയും കടന്നു വരുവാനുള്ള കൃപ കൊടുത്തതിനായി സ്തോത്രം. അടിയങ്ങളോട് ഒരുമിച്ചുള്ള ആ കൂട്ടായ്മ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. അടിയങ്ങൾ പലരും പലവിധമായ രോഗത്താലെ ദുഃഖത്താലെ ഹോസ്പിറ്റലിലെ വീടുകളിലൊക്കെ ആയിരിക്കുന്നു. അവരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ജെയിംസ് സാറിൻ്റെ ഫാദറിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദിവസങ്ങളിൽ പരിപൂർണ്ണ വിടുതൽ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ പലരും പലവിധ ബുദ്ധിയുള്ള വ്യക്തി സെൽവറിനെ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രവൃത്തി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. നിങ്ങളുടെ പാർശ്വം കുടുംബത്തെയും കരങ്ങളിലേക്ക് പ്രവൃത്തി അനുഗ്രഹിക്കണമേ. പോക്കിലെ വരവിലെ യാത്രയെല്ലാം അപ്പച്ചൻ്റെ കൃപ ഉണ്ടായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങൾ അടിയങ്ങൾ അനേക വിഷയങ്ങൾ അപ്പച്ചൻ്റെ മുമ്പിൽ വച്ചിരിക്കുന്നു. ദിവസങ്ങളിൽ പൊതുവഴികളും വാതിലൊക്കെ കർത്താവിൻ്റെ ധന്യമുള്ള തിരുനാമം വീണ്ടും മഹത്വപ്പെടുമാറാകട്ടെ. ഇന്ന് പകൽവേളയിൽ ദൈവത്തിൻ്റെ പാദപീഠത്തിൽ ഒരുമിച്ച് കൂടി ദൈവത്തെ ആരാധിപ്പാൻ വിശുദ്ധ സഭായോഗമായി ഒരുമിച്ച് കൂടി വരുവാൻ കർത്താവ് നമുക്ക് സാവകാശം നൽകിയല്ലോ. ഓരോ ദിവസവും ദൈവം നമ്മെ ഭദ്രമായി അത്ഭുതകരമായി വഴി നടത്തിക്കൊണ്ടിരിക്കുന്നു. സഭയായി നമ്മളെ കുടുംബങ്ങളായെല്ലാം ദൈവം ഓരോ ദിവസവും അനുഗ്രഹിച്ച് നടത്തുന്നത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവമായ കർത്താവ് സഹായിക്കട്ടെ. പ്രിയ സുഹൃത്തി സിസ്റ്ററോട് ചേർന്ന് ദൈവത്തെ എന്ന പകൽവേള ആരാധിപ്പാൻ, പ്രിയ സഹോദരൻ ബെസ്റ്റിനോട് ചേർന്ന് ദൈവത്തെ ആരാധിപ്പാൻ കർത്താവ് നമുക്ക് അവസരം ഒരുക്കിയല്ലോ. പിന്നെയും പ്രിയ സഹോദരങ്ങളെ ദൈവം സഹായിക്കട്ടെ. നമ്മൾ ഒരുമിച്ച് ആയിരിക്കുന്ന ദിവസങ്ങളൊക്കെ അവർക്ക് അനുഗ്രഹമായി തീരട്ടെ എന്ന് ദൈവസന്നിധാനത്തിൽ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ പലരും ശാരീരികമായ ക്ഷീണത്തോടെ ക്ലേശത്തോടെ ആയിരിക്കുന്നല്ലോ. ദൈവം അവരൊക്കെ സഹായിക്കുകയും വിടുവിക്കുകയും ചെയ്യട്ടെ. നമ്മൾ അറിഞ്ഞും അറിയാതെയും ശാരീരികമായ ക്ലേശം കൂടെ കടന്നു പോകുന്ന പല പ്രിയപ്പെട്ടവരുണ്ട്. ദൈവം അവരൊക്കെ വിടുവിക്കേണ്ടതിനായി തുടർന്നും നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് സഹായിക്കട്ടെ. അല്പനേരത്തെ ചിന്തയ്ക്ക് ആധാരമായിട്ട് തിരുവചനത്തിൽ നിന്ന് ഒരു ഭാഗം വായിക്കാം. യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായം 16-ാമത്തെ വാക്യം വായിക്കാം. യാക്കോബിൻ്റെ ലേഖനം എൻ്റെ പ്രിയ സഹോദരന്മാരെ, വഞ്ചിക്കപ്പെടരുത്. Somebody read in English, please. Do not be deceived, my beloved brothers. ഈ യാക്കോബിൻ്റെ ലേഖനത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ സ്തേഫാനോസിൻ്റെ മരണത്തെ തുടർന്ന് ഭയപ്പെട്ട് ചിതറിപ്പോയ വിശ്വാസികളെ ധൈര്യപ്പെടുത്തേണ്ടതിന് വേണ്ടി എഴുതിയ ഒരു ലേഖനമായിട്ട്
ഈ യാക്കോബിൻ്റെ ലേഖനത്തെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അവരോട് യാക്കോബ് അപ്പോസ്തലൻ പറയുന്ന കാര്യമാണ് നാം വായിച്ചത്. എൻ്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ വഞ്ചിക്കപ്പെടരുത്. രണ്ടാമത്തെ വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെയാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്: വിവിധ പരീക്ഷകൾ നിങ്ങൾ അകപ്പെടുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നു എന്നറിഞ്ഞ് അത് അശേഷം സന്തോഷം എന്ന് എണ്ണുവിൻ. അപ്പോൾ പരീക്ഷ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ, പരിശോധന വരുമ്പോൾ, അത് വിശ്വാസത്തിൻ്റെ ആ പരിശോധന, പരീക്ഷ വിശ്വാസത്തിൻ്റെ സ്ഥിരതയെ ഉളവാക്കും. വിശ്വാസത്തിൻ്റെ സ്ഥിരത ഉളവാക്കുക എന്ന് പറഞ്ഞാൽ ഒന്നുകൂടെ വിശ്വസിക്കാൻ, പതറിപ്പോകാതെ, വിശ്വാസത്തിൽ പതറിപ്പോകാതെ, തളർന്നു പോകാതെ ഒന്നുകൂടെ ഉറയ്ക്കുവാൻ ഉള്ള ഒരു വിഷയമായി, ഒരു കാര്യമായി തീരുന്നു എന്നാണ് യാക്കോബ് അപ്പോസ്തലൻ പറയുന്നത്. അങ്ങനെ അത് സന്തോഷത്തോടെ നിങ്ങൾ അനുഭവിക്കണം. നിങ്ങൾ സന്തോഷമെന്ന്, അശേഷ സന്തോഷമെന്ന് എണ്ണുവിൻ. നിങ്ങൾ സന്തോഷം എന്ന് എണ്ണണം. നമുക്ക് എണ്ണാൻ കഴിയുമോ? നമ്മൾ കടന്നു പോകുന്ന പ്രതിസന്ധിയെ സന്തോഷം എന്ന് എണ്ണാൻ കഴിയുമോ? നമ്മുടെ പ്രതിസന്ധികളിൽ നമുക്ക് സന്തോഷിക്കാൻ കഴിയുമോ? നമ്മുടെ നേരെ ആരെങ്കിലും ഒന്ന് വിരൽ ചൂണ്ടിയാൽ, നമുക്കെതിരെ ഒന്ന് വെല്ലുവിളി മുഴക്കിയാൽ, അന്നത്തെ നമ്മുടെ കാര്യം പോക്കാം. ജീവിതത്തിൽ പ്രതിസന്ധി കടന്നു വരുമ്പോൾ, ശോധനകൾ കടന്നു വരുമ്പോൾ ഓർക്കേണ്ട ഒറ്റ കാര്യമാണ്, അത് സ്ഥിരത ഉളവാക്കാൻ, എന്നെ സ്ഥിരപ്പെടുത്താൻ ഉള്ള ഒരനുഭവമാണ് എന്ന് കണ്ട് അതിൽ സന്തോഷിക്കണം. അതാണ് ലോകപ്രകാരമുള്ള മനുഷ്യനും ഒരു ദൈവ പൈതലും തമ്മിലുള്ള വ്യത്യാസം. പരിശോധന കടന്നു വരുമ്പോൾ സന്തോഷിക്കണം എന്ന് പറഞ്ഞാൽ നമുക്ക് നോക്കൂ, ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട കാര്യമാണ്. പരിശോധന വരുമ്പോൾ ചെയ്യണം, സന്തോഷിക്കണം. പൗലോസ് അപ്പോസ്തലനെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: ക്രിസ്തുയേശുവിൽ വിശ്വസിപ്പാൻ മാത്രമല്ല, അവനോടുകൂടെ കഷ്ടം സഹിപ്പാൻ ഞാൻ നിങ്ങൾക്ക് എന്ത് തന്നിരിക്കുന്നു? വരം നൽകിയിരിക്കുന്നു. വിശ്വാസത്തിന്റെ പരിശോധന ജീവിതത്തിൽ കടന്നു വരുമ്പോൾ അസ്ഥിരപ്പെട്ടു പോകരുത്, നമ്മൾ ആടി ഉലഞ്ഞു പോകരുത്. ഭയങ്കര ധൈര്യശാലിയായിരുന്ന പത്രോസ് പറയുന്നത്, ശീമൻ പറയുന്നത്, ശിവന്ന വാക്കിന്റെ അർത്ഥം തന്നെ ആടി ഉലയുന്ന ഞാങ്ങണയാണ്. ആടി ഉലഞ്ഞു പോകുന്നു. എന്തിന് ഞാൻ നിന്നോടൊപ്പമുണ്ട്? ചാകേണ്ടി വന്നാലും ഞാൻ നിന്നോടൊപ്പം ചാകാൻ തയ്യാറാ. പക്ഷേ ഒരു പെൺകുട്ടിയുടെ വാക്കൊരു സഹോദരിയുടെ വാക്കിന് മുമ്പിൽ എന്ത് ചെയ്തു? യേശുവിനെ തള്ളി പറഞ്ഞു. എന്താ പറഞ്ഞ? അല്പം മുമ്പാ പറഞ്ഞത്, നിന്നോട് കൂടെ മരിക്കേണ്ടി വന്നാലും ഞാൻ അതിന് തയ്യാറാ. ഈ മനുഷ്യൻ, ഈ പത്രോസ് അപ്പോസ്തലൻ, യേശുവിന്റെ ന്യായവിസ്താര സന്ദർഭത്തിൽ, അല്ലെ അവരെന്ത് വിധി പുറപ്പെടുവിക്കാൻ പോകുന്നു, അവരെന്ത് സംഭവിക്കാൻ പോകുന്നു എന്ന് അറിയേണ്ടതിന് അവിടെ ഒക്കെ ചുറ്റിക്കറങ്ങി നടക്കുക. നമുക്കതിനെ എങ്ങനെ പറയാം? നമ്മൾ പറയുമ്പോൾ വാർത്ത പിടിക്കാനായിട്ട്, അറിയാനായിട്ട് അല്പം മുമ്പ് പറഞ്ഞ എന്താ? നിന്നോട് കൂടെ ചാകാനും ഞാൻ തയ്യാറാണ്. എന്താണ് സംഭവിക്കാൻ പോകുന്നത് അറിയാനായിട്ട് ചുറ്റിക്കറങ്ങി നടക്കുക. തീ കായുന്നവരുടെ കൂടെ കൂടിയിട്ട് അവരും തീ കായുക. എന്താണ് ഇവർ സംസാരിക്കുന്നത് അറിയാൻ. അങ്ങനെ അവിടെ ഇരുന്നപ്പോ ഒരു സഹോദരി ചോദിച്ചു, നീ ആ നസറേന്റെ കൂട്ടത്തിലുള്ളവനല്ലേ? ഞാൻ അവനെ ഒരു നാളും ഹല്ലേലൂയ സ്തോത്രത്തിൻ്റെ കൂടെ ചാകേണ്ടി വന്നാലും ഞാൻ നിന്നെ തള്ളിപ്പറയില്ല, നിന്നോട് കൂടെ നിൽക്കുമെന്ന് പറഞ്ഞവൻ അടുത്ത ചില നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ, സമയങ്ങൾ കഴിഞ്ഞപ്പോൾ പറയാ, അവന് ഞാൻ ഒരു നാളും അറിയുന്നില്ലെന്ന്.
അത്രയുള്ള ധൈര്യം. അപ്പം അടുത്തിടെ പറഞ്ഞത് നിന്റെ ഉച്ചാരണം അത് വെളിവാക്കുന്നല്ലോ, നീ ആ നസറായൻ്റെ കൂടെ ഉള്ളവരാണ്. അപ്പോൾ ദൈവത്തിൻ്റെ കൂടെ നടക്കുന്നവരുടെ ഉച്ചാരണത്തിന് പോലും പിടിച്ചെടുക്കാൻ കഴിയില്ല. അവരുടെ സംസാരത്തിൽ പോലും പിടിച്ചെടുക്കാൻ കഴിയുന്നവരാരാണ്? നമുക്ക് തന്നെ അറിയാമല്ലോ, ഭാഷ കൊണ്ട്, സംസാര ഭാഷ കൊണ്ടൊക്കെ നമ്മൾ ആരാണെന്ന് കുറേയൊക്കെ പിടിച്ചെടുക്കാം. ഓരോ വിഭാഗത്തിൽപ്പെട്ടവർ ആരാണ്, എങ്ങനെയാണെന്നൊക്കെ നിന്റെ ഉച്ചാരണം അതിന് വെളിവാക്കുന്നു എന്നാണ് പറഞ്ഞത്. നമ്മുടെ വസ്ത്രധാരണം വെളിവാക്കും, നമ്മുടെ ഉച്ചാരണം, സംസാരം വെളിവാക്കും, നമ്മുടെ സ്വഭാവം വെളിവാക്കും. ആരാ നമ്മൾ, ആരാണെന്ന്, നമ്മൾ ആരുടെ കൂടെ ഉള്ളവരാണെന്ന്. ദൈവത്തിൻ്റെ വചനം പറയുന്നത്, ദൈവത്തിൻ്റെ മക്കൾ അല്ലെങ്കിൽ ദൈവത്തിനുള്ളതുപോലെ ചിന്തിക്കുന്നു, സംസാരിക്കുന്നു. അത് ചിന്തിക്കുക, അതിനെക്കുറിച്ച് ചിന്തിക്കുക. പോകട്ടെ, ഞാൻ വിശദീകരിക്കുന്നില്ല, മുമ്പോട്ട് വേഗത്തിൽ പോകണമല്ലോ. അപ്പൊ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന കടന്നു വരുമ്പോൾ നിങ്ങൾ അശേഷം അതിൽ സന്തോഷിച്ചു കൊള്ളണം. ഇപ്പോൾ നിങ്ങൾക്ക് നേരിട്ടിരിക്കുന്ന ഈ പ്രതിസന്ധി, സ്തെഫാനോസിന്റെ മരണത്തോടുകൂടെ ഭയപ്പെട്ടവർ ചിതറിപ്പോയി, ഓടിപ്പോയി. അവരോട് പറയുകയാണ്, ഇതൊരു വിശ്വാസത്തിന്റെ ശോധനയാണ്. നിങ്ങൾ എന്ത് ചെയ്ത് അധൈര്യപ്പെട്ടു പോകരുത്, നിങ്ങൾ തളർന്നു പോകരുത്. അടുത്ത വാക്യം വായിക്കുമ്പോൾ, ഒന്നിനും കുറവില്ലാതെ തികഞ്ഞവരും സമ്പൂർണരും ആകേണ്ടതിന് സ്ഥിരതയ്ക്ക് തികഞ്ഞ പ്രവൃത്തി ഉണ്ടാകട്ടെ. നമ്മുടെ ആടി ഉലഞ്ഞു പോകരുതെന്ന്, സ്ഥിരതയുള്ളവരായി നിലകൊണ്ട് പ്രവൃത്തി ചെയ്യണമെന്ന്. ഞാൻ മുമ്പോട്ട് പോകട്ടെ, ഞാൻ വായിച്ച ഭാഗത്തിലേക്ക് വരണമല്ലോ. ഇതെല്ലാം പറഞ്ഞു വന്നിട്ട് പറയുകയാണ്, ഈ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ വഞ്ചിക്കപ്പെട്ടു ഒരു സഹോദരന്മാരെ, നിങ്ങൾ എന്ത് ചെയ്യരുത്? വഞ്ചിക്കപ്പെട്ടു പോകരുത്. നിങ്ങൾക്കുണ്ടായ ഈ ശോധനയിൽ, നിങ്ങൾക്ക് ഉടന്നു വന്നിരിക്കുന്ന പ്രതിസന്ധിയിൽ നിങ്ങൾ വഞ്ചിക്കപ്പെട്ടു പോകരുത്. വഞ്ചിക്കുന്നത് ആരാ? പിശാച. ആരെങ്കിലും വഞ്ചിക്കുന്നുണ്ടെങ്കിൽ അത് പിശാചിന്റെ പ്രവൃത്തി അവരിൽ കൂടെ വ്യാപരിക്കുന്നു. നിങ്ങൾ വഞ്ചിക്കപ്പെട്ടു പോകരുത്. 2 കൊരിന്ത്യർ ലേഖനം 11-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ നാം വായിക്കുന്നുണ്ട്, സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ, വഞ്ചിച്ചതുപോലെ ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് നിങ്ങൾ വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. നിങ്ങൾ വഞ്ചിക്കപ്പെട്ടു പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. നിങ്ങൾ ചതിക്കപ്പെട്ടു പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. പിശാച് കടന്നു, സ്നേഹത്തോടെ കടന്നു വരും. പഞ്ചസാരയിൽ മുക്കിയ വിഷമായിട്ടാണ് കടന്നു വരുന്നത്. മധുരം തോന്നും, പക്ഷെ അങ്ങോട്ട് ചെല്ലുമ്പോഴാണ് അതിന് വിവരം അറിയുന്നത് ചതിക്കപ്പെട്ടു വന്നു. വളരെ സൗമ്യമായിട്ടല്ലേ ഹവ്വയുടെ അടുക്കൽ കടന്നു വന്നത്. ഹവ്വയുടെ അടുക്കൽ പിശാച് കടന്നു. ശ്രദ്ധിക്കണം, അവിടെ സംഭവിച്ചത്, ആദാമിനെ ഹവ്വയും സൃഷ്ടിച്ചാക്കിയിട്ട്, ആദാമിനെ സൃഷ്ടിച്ചാൽ നിങ്ങൾ പറയണം, നിങ്ങൾ തോട്ടം സൂക്ഷിക്കണം, ഇതിനകത്ത് യാതൊരു ദുഷ്ടനും പ്രവേശിക്കരുത്. പക്ഷെ എന്ത് ചെയ്തു? അതിനകത്ത് ആര് കയറി? സർപ്പം കയറി, പിശാച് കയറി. പാമ്പിന്റെ, സർപ്പത്തിന്റെ രൂപത്തിൽ അവൻ ഇതിനകത്തോട്ട് വലിഞ്ഞു കയറി. നമ്മൾ സൂക്ഷ്മതയുള്ളവരായിരിക്കണം. ഏത് വഴിക്കാണ് ഇവൻ വരുന്നത് നമുക്ക് ആർക്കും അറിയത്തില്ല. ഏത് വഴിക്കാണ് പിശാച് കടന്നു വരുന്നതെന്ന് നമുക്കറിയത്തില്ല. ഏത് രൂപത്തിലും വരാം, ഭാവത്തിലും വരാം, ഒക്കെ വരാം. അത് തിരിച്ചറിയണം. നമ്മൾ കാത്തു സൂക്ഷിക്കണം. അവന്റെ ചതിയിലും വഞ്ചനയിലും നമ്മൾ അകപ്പെട്ടു പോകരുത്. ഇവിടെ പറഞ്ഞ് ശ്രദ്ധിക്കണേ, സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ. ഹവ്വയുടെ അടുക്കൽ വന്ന് പറഞ്ഞ് ചോദിക്കുക, നിങ്ങൾക്ക് എന്തെങ്കിലും വിലക്കുണ്ടോന്ന്? തോട്ടത്തിൽ നിൽക്കുന്ന ഈ ഫലം നിങ്ങൾക്ക് തിന്നാം, ഒരു കുഴപ്പമില്ല.
സുന്ദര മോഹനമായ വാഗ്ദാനങ്ങളൊക്കെ അങ്ങ് നൽകി അതിനെ ഹവ്വായി എന്ത് ചെയ്തു? ചതിച്ചു. നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകാതിരിക്കാൻ, നിങ്ങളുടെ കണ്ണ് തുറക്കാതിരിക്കാൻ അവൻ ഇതൊക്കെ നിങ്ങൾക്ക് വിലക്കി വെച്ചിരിക്കുക. ദൈവത്തെ കുറ്റപ്പെടുത്താൻ തുടങ്ങി. ഇങ്ങനെയൊക്കെ കടന്നു വരുമ്പോൾ സൂക്ഷിച്ചോണം. ഇത് ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യമാ, തിന്നാൻ നല്ലതാ എന്ന് പറഞ്ഞ് ദൈവത്തെ പോലെ ആകും എന്തെല്ലാം പറഞ്ഞു മോഹിപ്പിക്കുന്നത്. അപ്പോൾ ഈ മോഹം എന്ത് ചെയ്തു? ഈ പറഞ്ഞ് കേട്ട അവളിലുണ്ടായ മോഹം അവളെ ചതിച്ചു. ഈ യാക്കോബ് അപ്പോസ്തലനും അത് പറയുന്നുണ്ട്. അതിലെ 14 വാക്യം വായിക്കുമ്പോൾ, 14-15 വാക്യം വായിക്കുമ്പോൾ, ഓരോരുത്തൻ പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം മോഹത്താൽ ആകർഷിച്ച് വശീകരിക്കപ്പെടുകയാലാകുന്നു. ശ്രദ്ധിക്കണേ, ഓരോരുത്തൻ പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം മോഹത്താൽ ആകർഷിച്ച് വശീകരിക്കപ്പെടുന്നത് കൊണ്ട്. അടുത്ത വാക്യത്തിൽ മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു. ആഗ്രഹം, മോഹം, അത്യാഗ്രഹം, ഇതെല്ലാം പാപത്തെ കൊണ്ടുവരുന്നതാണ്. വളരെ ശ്രദ്ധിക്കണം ദൈവമക്കൾ. മോഹം ഗർഭം ധരിച്ച് അതിൻ്റെ അനന്തരഫലമാ, അതുകൊണ്ടുണ്ടാകുന്ന ഉൽപ്പന്നമാ പാപം. മോഹം നമ്മുടെ ജീവിതത്തിൽ ജനിക്കരുത്. മോഹങ്ങൾ ജനിക്കുമാർ ജഡത്തിനായിട്ട് എന്ത് ചെയ്യരുത്? ചിന്തിക്കരുത്. മോഹം നമ്മളെ കീഴ്പ്പെടുത്തി കളയരുത്. അത്യാഗ്രഹം നമ്മെ കീഴ്പ്പെടുത്തി കളയരുത്. ഇതൊക്കെ പിശാച് നമ്മുടെ ഉള്ളിൽ കൊണ്ട് നമ്മെ ചതിക്കുവാൻ, നമ്മളെ വഞ്ചിക്കുവാൻ പിശാച് നമ്മളിൽ കൊണ്ടുവരുന്ന ചിന്തകളും താല്പര്യങ്ങളും ആഗ്രഹങ്ങളും ഒക്കെയായത്. അവൻ പലതും നമ്മളെ കാണിക്കും. അത് നല്ലതാണെന്ന് തോന്നിപ്പിക്കും. അത് നല്ലതാണെന്ന് ആലോചന പറഞ്ഞു തരും. അവരിവര് പറയുന്നത് കേൾക്കേണ്ടത് പറയും. പാസ്റ്റർ പറയുന്നത് കേൾക്കേണ്ടത് പറയും. എൽഡേഴ്സ് പറയുന്നത് കേൾക്കേണ്ടത് പറയും. അവരിങ്ങനൊക്കെ പറയും. അത് അന്നത്തെ കാലമാണ്. ഇന്ന് അതൊന്നുമല്ല. ഇത് കാലം മാറി. ഒരു കാര്യം ഓർത്തു കൊള്ളണം, കാലം മാറുന്നതനുസരിച്ച് ദൈവത്തിന്റെ വചനത്തിനും വ്യവസ്ഥകൾക്കും മാറ്റം വരുന്നില്ല. കാലങ്ങൾ മാറുന്നതനുസരിച്ച് ദൈവത്തിനും വചനത്തിനും അവന്റെ വ്യവസ്ഥകൾക്ക് മാറ്റം വരുന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ള സുന്ദര മോഹന വാഗ്ദാനങ്ങളൊക്കെ നൽകുമ്പോൾ, നമ്മളെ മോഹിപ്പിക്കുമ്പോൾ, ദൈവമക്കൾ ഓർത്തുകൊള്ളണം, ഞാൻ ചതിയിലകപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. ഞാൻ ചതിയിലകപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. പിശാച് പറയുന്നത് ശ്രദ്ധയെ, നിങ്ങൾ ദൈവത്തെ പോലെയാകും. അങ്ങനെ നടന്നാൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇങ്ങനെ നടന്നാൽ കുഴപ്പമൊന്നുമില്ല. ആ വിധത്തിൽ വസ്ത്രധാരണം ചെയ്താൽ കുഴപ്പമില്ല. ഈ വിധത്തിൽ സംസാരിച്ചാലും ചിന്തിച്ചാലും കുഴപ്പമില്ല. ചില ദിവസങ്ങൾക്ക് ഞാൻ മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ, കൃപ പരികേണ്ടതിന്, കൃപ ഇങ്ങനെ പരിഗണമെങ്കിൽ എന്ത് ചെയ്യണം? പാപം ചെയ്തുകൊണ്ടിരിക്കണമെന്ന് പഠിപ്പിക്കുന്ന കൂട്ടരുണ്ടെന്ന്. പാപം ചെയ്തില്ലെങ്കിൽ കൃപ വെറുതെ ഇരിക്കുകയാണെന്ന് പഠിപ്പിക്കുന്നവരുണ്ട്. ഒരു കാര്യം ഓർത്തുകൊള്ളണം, ഇതൊക്കെ വഞ്ചിക്കുന്ന അനുഭവങ്ങളാ. വഞ്ചിക്കപ്പെടാൻ പ്രേരണ നൽകുന്ന അനുഭവങ്ങളാ. ദൈവത്തിന്റെ വചനം വളരെ സ്പഷ്ടമായും ശക്തമായും വിളിച്ചു പറയുന്നു, നിങ്ങൾ വഞ്ചിക്കപ്പെടരുത്. സർപ്പൻ വായത്താൽ ഹവ്വയെ ചതിച്ചതുപോലെ നിങ്ങൾ ചതിക്കപ്പെടരുത്. ക്രിസ്തുവിനോടുള്ള നിർമ്മലതയും ഏകാഗ്രതയും വിട്ട് വഷളായി പോകരുത്. മോഹം അല്ലെങ്കിൽ ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു. അത് ചതിയിലും വഞ്ചനയിലും അകപ്പെട്ടു പോയി പാപത്തിന് വിധേയപ്പെട്ടു പോകരുത്. പലതും കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ അത് കൊള്ളാമല്ലോ എന്ന് ചിന്തിക്കരുത്. ഞാൻ ഈ ശലോമൻ പറഞ്ഞ സ്വാഗതം ശ്രദ്ധിക്കണേ. വീഞ്ഞ് നുരഞ്ഞ് പൊന്തുന്നത് നീ നോക്കിക്കൊണ്ടിരിക്കരുത്. വീഞ്ഞ് നുരഞ്ഞ് പൊന്തുന്നത് നീ എന്ത് ചെയ്യരുത്? നോക്കിക്കൊണ്ടിരിക്കരുത്. അത് സർപ്പം പോലെ നിന്നെ കൊത്തും, നിന്നെ അകപ്പെടുത്തി കളയും.
നിന്നെ വീഴ്ത്തിക്കളയും. ഇത് കുഴപ്പമൊന്നുമില്ല, ഇത് അങ്ങനെ ഇച്ചിരി ഒന്നും കുഴപ്പമില്ലെന്നേ. പക്ഷെ വഞ്ചിക്കപ്പെടരുത്. എന്തുകൊണ്ടാണ് പലപ്പോഴും വഞ്ചിക്കപ്പെടുന്നത് അറിയാമോ? വചനം അറിയാത്തത് കൊണ്ടാണ്. ദാവീദ് പറയുന്നൊരു ഭാഗം ഇങ്ങനെയുണ്ട്: ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിന്റെ വചനത്തെ എൻ്റെ ഹൃദയത്തിൽ സംഗ്രഹിച്ചിരിക്കുന്നു. ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിന്റെ വചനത്തെ എൻ്റെ ഹൃദയത്തിൽ സംഗ്രഹിച്ചിരിക്കുന്നു. പാപം ചെയ്യുന്നതിന് കാരണമെന്നറിയാമോ? വചനത്തിന് നമ്മുടെ ഉള്ളിൽ സ്ഥാനമില്ലാത്തത് കൊണ്ടാ. വചനം നമ്മുടെ ഉള്ളിൽ ക്രിയ ചെയ്യാത്തത് കൊണ്ടാ. സ്തോത്രം. ഈ ദിവസങ്ങൾ ദൈവമക്കൾ ഓർത്തു കൊള്ളണം, നമ്മൾ പാപത്തിന് വിധേയപ്പെട്ടു പോകരുത്, വഞ്ചിക്കപ്പെട്ടു പോകരുത്. സ്തോത്രം. സർപ്പ എങ്ങനെ ഹവ്വായെ ചതിച്ചോ അതുപോലെ നാം ചതിക്കപ്പെടുവാനിടയാകരുത്. സ്തോത്രം. വചനത്തിൽ ഉറച്ചു ജീവിക്കാമോ? പിശാചിനുമേ നമുക്ക് ജയമെടുക്കാൻ കഴിയും. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അടുക്കലും പിശാച് എങ്ങനെ വന്നേ? പരീക്ഷ എങ്ങനെ? വചനം കൊണ്ടാ അല്ലേ? നിന്റെ കാൽ കല്ലിൽ തെറ്റിപ്പോകാണ്ടതിന് കരങ്ങളിൽ വഹിച്ചോളും. ദൂതന്മാർ നിന്റെ കരങ്ങളിൽ വഹിച്ചോളും. പിന്നെ സ്തോത്രം, അത്ഭുതം കാണിക്ക്. എന്തെല്ലാം കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ട് വന്ന്. യേശു കർത്താവ് അവനെ ജയിച്ചതും എങ്ങനെയാ? വചനം കൊണ്ടാണ് ജയിച്ചത്. ഈ ദിവസങ്ങൾ ദൈവമക്കൾ ബുദ്ധിയുള്ളവരും വിവേകമുള്ളവരുമായിരിക്കണം. പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരും പ്രാവിനെ പോലെ നിഷ്കളങ്കരുമായിരിക്കണം. പാമ്പിനെ പോലെ ആകാനല്ല പറഞ്ഞത്, ആ ബുദ്ധി ഉണ്ടാകണം. എന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ ഗ്രഹിച്ചെടുപ്പാനുള്ള ജ്ഞാനം നമ്മൾ പ്രാപിക്കണം. ബുദ്ധിയോടെ കാര്യങ്ങൾ കയറിഞ്ഞണം. പക്ഷേ പാമ്പിനെ പോലെ പാമ്പിൻ്റെ ബുദ്ധി ഉപയോഗിക്കരുത്. സ്തോത്രം. പ്രാവിനെ പോലെ നിഷ്കളങ്കരുമായിരിക്കണം. ചതിക്കപ്പെട്ടു പോകരുത്. ഈ ദിവസങ്ങൾ ദൈവത്തോടെ പ്രാർത്ഥിക്കത്താവേ, ഞാൻ ചതിക്കപ്പെട്ടു പോകാതിരിപ്പാൻ, ഞാൻ വഞ്ചിക്കപ്പെട്ടു പോകാതിരിപ്പാൻ, ഞാൻ വീണു പോകാതിരിപ്പാൻ, ഞാൻ തകർന്നു പോകാതിരിപ്പാൻ, എൻ്റെ അവകാശം എനിക്ക് നഷ്ടപ്പെട്ടു പോകാതിരിപ്പാൻ. സ്തോത്രം. ഹവ്വായത്താൽ ചതിച്ച ആ അല്ലെങ്കിൽ സർപ്പം, അവർ അതിൽ വീണു പോയതുകൊണ്ട്, ആ ഉപായത്തിൽ വീണു പോയതുകൊണ്ട് അവരുടെ അവകാശത്തിൽ നിന്ന് അവർ പുറത്തു പോകേണ്ടി വന്നു. അവർക്ക് അവകാശമായ കൊടുത്ത് നീ ഇതിനകത്ത് പാർത്തോണം, ഇതിനെ കാത്തു സൂക്ഷിച്ചോണം. സ്തോത്രം. ഇവിടെ കൊണ്ട് നീ ജീവിച്ചോണം. പക്ഷേ സർപ്പത്തിൻ്റെ വാക്ക് കേൾക്കുവാൻ, പാമ്പിൻ്റെ വാക്ക് കേൾക്കുവാൻ, സാത്താൻ്റെ വാക്ക് കേൾക്കുവാൻ തയ്യാറായതുകൊണ്ട് അവർക്ക് ഏദൻ പർദീസ എന്നേക്കുമായി നഷ്ടപ്പെട്ടു പോകാനിടയായി. നമ്മുടെ അവകാശം നഷ്ടപ്പെട്ടു പോകല്ലേ? ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന അവകാശങ്ങൾ നഷ്ടപ്പെട്ടു പോകല്ലേ? ചതിക്കപ്പെടാതിരിപ്പാൻ നമ്മൾ സൂക്ഷിക്കണം. വഞ്ചിക്കപ്പെട്ടു പോകാതിരിപ്പാൻ നാം സൂക്ഷിക്കണം. ദൈവത്തിൻ്റെ കരങ്ങളെ ഏൽപ്പിച്ച് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ തലകളെ വണക്കാം. ദൈവത്തോട് നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. താവേ, വഞ്ചിക്കപ്പെട്ടു പോകാതെ, ചതിക്കപ്പെട്ടു പോകാതെ, സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ ഞാൻ ചതിക്കപ്പെട്ടു പോകാതിരിപ്പാൻ, ക്രിസ്തുവിനോടുള്ള ഏകാഗ്രത വിട്ടുപോകാതിരിപ്പാൻ, നിർമ്മലത വിട്ടുപോകാതിരിപ്പാൻ, ഞങ്ങളെ വശീകരിച്ച് കളയാതിരിപ്പാൻ, ഈ ദിവസങ്ങളിൽ ദൈവകൃപ പ്രാപിപ്പാൻ ദൈവമേ ഞങ്ങൾക്ക് കൃപ ചെയ്യണമെന്ന് ആത്മാർത്ഥമായി നമുക്ക് പ്രാർത്ഥിപ്പാനിടയാകട്ടെ. സ്തോത്രം. നമ്മൾ ജീവിതത്തിൽ പരിശോധനകൾ കടന്നു വരുമ്പോൾ, പരീക്ഷകൾ കടന്നു വരുമ്പോൾ, ഇത് എന്നെ ഒന്ന് പുതുക്കിയെടുക്കുവാൻ, എന്നെ സ്തോത്രം തികഞ്ഞവനാക്കി തീർക്കുവാൻ, തികഞ്ഞവളാക്കി തീർക്കുവാനുള്ള അനുഭവങ്ങളാണെന്ന് മനസ്സിലാക്കി, പരിശോധനയെങ്കിൽ പതറിപ്പോകാതെ, പരീക്ഷയെങ്കിൽ പതറിപ്പോകാതെ ദൈവകൃപ പ്രാപിച്ച് മുന്നേറുവാൻ ദൈവകരങ്ങളിൽ നമ്മെ ഏൽപ്പിച്ചു കൊടുക്കട്ടെ. സ്തോത്രം. നമ്മെ തന്നെ ഒന്നുകൂടെ സമർപ്പിക്കാമല്ലോ. ദൈവത്തിൻ്റെ കരങ്ങളിൽ നിന്ന് ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കാമല്ലോ. ദൈവമക്കളെ, അല്ലെങ്കിൽ നമ്മൾ ചതിക്കപ്പെട്ടു പോകരുത്, നമ്മൾ വഞ്ചിക്കപ്പെട്ടു പോകരുത്, നമ്മുടെ നിത്യത നമുക്ക് നഷ്ടപ്പെട്ടു പോകരുത്. ഹല്ലേലൂയ. നമ്മുടെ അവകാശം നമുക്ക് നഷ്ടപ്പെട്ടു പോകരുത്. മാട്ടും മാലിന്യം ഒന്നുമേൽക്കാത്ത ഒരു അവകാശം നമുക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. അത് പ്രാപിപ്പാൻ തക്കവണ്ണം ഈ ദിവസങ്ങളിൽ നമ്മെ തന്നെ ഒരുക്കി, ഹല്ലേലൂയ, നമ്മെ തന്നെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് നമ്മുടെ ക്രിസ്ത്യ ജീവിതം നമുക്ക് മുൻപോട്ട് നയിക്കാം. നമ്മുടെ തലകളെ വണക്കാം, ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. ഒരു നിമിഷം ഒന്ന് ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കട്ടെ. ദൈവത്തോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കട്ടെ. ദൈവമേ, ഞാൻ ചതിക്കപ്പെട്ടു പോകരുത്, ഞാൻ വഞ്ചിക്കപ്പെട്ടു പോകരുതേ.
അതിൽ അങ്ങനെ വഞ്ചിക്കപ്പെട്ടു പോകാതിരിക്കാനുള്ള കൃപ എനിക്ക് നൽകണമേ. വചനം എൻ്റെ ഉള്ളിൽ സ്ഥിരമാക്കണമേ. സ്തോത്രം. വചനം വിട്ടു പോകുവാൻ എനിക്കിടവരല്ലേ. വചനത്തോട് ചേർന്ന് ജീവിപ്പാൻ എനിക്ക് കൃപ നൽകണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിപ്പാനിടയാകട്ടെ. ഈ വചനങ്ങളാൽ ദൈവമായ കർത്താവ് നമ്മേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവിൻ്റെ മേശയിലെ ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാമല്ലോ. സ്തോത്രം. വളരെ ഭയത്തോടും ഭക്തിയോടും ദൈവത്തിൻ്റെ പാദപീഠത്തിൽ നമുക്കായിരിക്കാം. സ്തോത്രം. നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്തുകൊണ്ട് ദൈവത്തിൻ്റെ പാദപീഠത്തിലായിരിക്കട്ടെ. സ്തോത്രം.